എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പിന്നെയും പിന്നെയും പറയാനായിട്ട് എനിക്ക് യാതൊരു മടിയില്ല. കാരണം എന്റെ ലൈഫ് അത്രത്തോളം തകർന്ന ഒരവസ്ഥയിലേക്ക് പോയൊരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഈ സന്ധിവാതം എന്നുള്ളൊരു പ്രശ്നം അത് പണ്ടൊക്കെ നമുക്ക് ഈ പ്രായമായവരിലേക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഈ വാദത്തിന്റെ അസുഖം എന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു 21 വയസ്സിൽ എന്നിലേക്ക് വന്നു എന്നുള്ളതാണ്. അങ്ങനെ അത് വന്ന് ഞാൻ തീരെ കിടപ്പായി, മറ്റൊരു ആളുടെ ആശ്രയം ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കലും വീട്ടിൽ ആരെങ്കിലും വരാൻ വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് ബെഡിൽ തന്നെ കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയ ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഒത്തിരി മെഡിസിൻസ്, ഒരു 10 15 വർഷത്തോളം ഞാൻ മെഡിസിൻസ് ഒത്തിരി കഴിച്ചതാണ്. 6000 8000 12,000 അങ്ങനെ മാറി മാറി ഓരോ മാസവും അത്രയും പൈസയുടെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, ഭക്ഷണത്തിനേലും കൂടുതൽ. അങ്ങനെ എനിക്ക് ഈ പ്രോഡക്റ്റ് 2022 നവംബറിൽ എന്റെ ഫ്രണ്ട്, എന്റെ ഇപ്പോ അപ്ലൈൻ ലീഡർ കൂടിയായ യൂനസാർ ആണ് എനിക്ക് എത്തിച്ചു തന്നത്. എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ എന്റെ എല്ലാ അവസ്ഥയും പുള്ളിക്ക് കറക്റ്റ് ആയിട്ട് അറിയായിരുന്നു. അങ്ങനെ ആളുടെ കയ്യിൽ കിട്ടിയ ആ നിമിഷം എന്നിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തിച്ചു തന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ ആ നവംബർ മാസത്തെ 2022 നവംബർ മാസത്തിനെ ഞാൻ കാണുന്നു. ഇതുപോലൊരു ഇത് തന്നെ ഈ മാസം സെയിം ഈ ഡേറ്റ് തന്നെയാന്ന് തോന്നുന്നു, 22 കറക്റ്റ്. അപ്പൊ എന്തായാലും ഇന്ന് തന്നെ എനിക്ക് സൂമിലേക്ക് ഇത് പറയാനായിട്ട് ഒരു അവസരം തന്ന എല്ലാ ലീഡേഴ്സിനും ഞാൻ നന്ദി പറയാണ്. അപ്പൊ ആ ഒരു മാറ്റം എനിക്ക് അത് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ഞാൻ മെഡിസിൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ സ്വയം നിർത്തുകയായിരുന്നു കേട്ടോ മെഡിസിൻ, ഡോക്ടറുടെ അനുമതിയോടുകൂടിയൊന്നും അല്ല ഞാൻ നിർത്തിയത്. കാരണം അത്രയും വർഷം തുടർച്ചയായി മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന എനിക്ക് മടുത്തിരുന്നു മെഡിസിൻ കഴിച്ച് കഴിച്ച് കഴിച്ച്. അപ്പൊ ഈ പ്രൊഡക്റ്റ് കിട്ടി എനിക്ക് കുറച്ച് ആശ്വാസം തോന്നി. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അന്ന് മുതൽ ഇന്ന് വരെ ഒരു കുഞ്ഞു ജലദോഷത്തിന് പോലും ഞാൻ മരുന്ന് കഴിക്കാൻ പോയിട്ടില്ല. ഇതാണ് എന്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും മിറാക്കിൾ റിസൾട്ട് എന്റെ ജീവിതത്തിൽ കിട്ടിയതാ. അപ്പൊ എനിക്കിപ്പോ എത്ര പ്രാവശ്യം നമുക്കത് പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം എന്റെ ലൈഫ് മാറ്റിമറിച്ചു. അന്നത്തെ ആളും അല്ല ഇന്ന് ഞാൻ. അന്നത്തെ എന്റെ ഫോട്ടോസൊക്കെ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട് എല്ലാവരും. ആ ഒരു വ്യക്തിയെ അല്ല ഇന്ന് ഈ സരിത എന്ന് പറയുന്ന ഒരു വ്യക്തി. അന്നത്തെ സരിത അല്ല ഇന്ന്. ആ ഫോട്ടോ കാണിക്കുമ്പോ എന്നോട്, ഞാൻ വർക്കിന് പോകുമ്പോ ആ ഫോട്ടോ കാണിക്കുമ്പോ ചോദിക്കാറുണ്ട്, ഇതാരാണ്? വെയിറ്റ് ലോസ് ആവുന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണിക്കുമല്ലോ അന്നേരം. ഇതാരാണെന്ന് ചോദിക്കുമ്പോ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളെയും കൂടി ഒന്ന് നോക്കാൻ പറയും. പക്ഷെ അവർക്ക് ഒട്ടും മനസ്സിലാവാറില്ല. ഇയാളൊന്നല്ല ഇയാളെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എന്നോട്. പക്ഷെ നമ്മള് ആണ് എന്നുള്ള കാര്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ അവർ കുറച്ച് കഴിയുമ്പോഴൊക്കെ അവര് ഓക്കെ ഇത് തന്നെ എന്നൊക്കെ, അത്രയും വ്യത്യാസത്തിലേക്ക് ഞാൻ വന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പല പ്രോഡക്റ്റുകൾ ബയോട്ടോറിയത്തിലുണ്ട്, അൾട്രാബെറി, മോർ പവർ, ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ നല്ല മാറ്റം എന്റെ ശരീരത്തിനും മുഖത്തും ഒക്കെ ഗ്ലോ ആയിട്ടൊക്കെ ഉണ്ട്. ഒത്തിരി നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നല്ല എനർജറ്റിക് ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ യാതൊരു പ്രോബ്ലം ഇല്ല. അതുപോലെ ഞാൻ ഒത്തിരി പേർക്ക് പ്രോഡക്റ്റ് എത്തിച്ചു, അവർക്ക് നല്ല റിസൾട്ട് ആണ്. നടുവേദന ആയിക്കോട്ടെ, അതുപോലെ ശ്വാസം മുട്ടല്, അങ്ങനെ ഒത്തിരി റിസൾട്ടുകൾ ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ റിസൾട്ട് മാത്രം പറഞ്ഞ് ഞാൻ ഒരുപാട് സമയം കളയുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും ആ റിസൾട്ടുമായിട്ട് നമ്മളിലേക്ക് വരിക. കാരണം നമുക്ക് ഡോക്ടർ സാഗർ ജോഷി സാറ് മനസ്സറിഞ്ഞ അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ കൺമുന്നിലെ കാണുന്ന ദൈവം എന്ന് പറയുന്നത്. ഈ ബയോട്ടോറത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ സിറ്റുവേഷനിൽ ആരാണോ നമ്മളെ സഹായിക്കാൻ വരുന്നത്, അതാണ് നമ്മളുടെ യഥാർത്ഥ ദൈവം. പ്രൊഡക്റ്റ് കൊടുത്തൊരു പാർട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. 18-ാം തീയതി പ്രൊഡക്റ്റ് കൊടുത്തതാണ്. 18-ാം തീയതി പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അവർ ഇന്നലെ രാത്രി തന്നെ അവർക്കൊരു പ്രൊഡക്റ്റ് വേറെ വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ എന്തെങ്കിലും ഫീൽ ശരീരത്തിന് തോന്നിയെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞത്, നടക്കുന്ന സമയത്ത് കിതപ്പുണ്ടായിരുന്നു, കിതപ്പ്. ആ കിതപ്പ് പെട്ടെന്ന് മാറിക്കിട്ടിയെന്നാണ് അവര് പറഞ്ഞത്. പെട്ടെന്ന് മാറിക്കിട്ടി. ആ കിതപ്പില്ല. 1 കിലോമീറ്റർ നടന്നാലോ 2 കിലോമീറ്റർ നടന്നാലോ കിതപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. ശരീരത്തിന് നല്ലൊരു അയവ് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്നോട്. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. 10-22 വർഷമായിട്ട് അവർ മരുന്ന് കഴിക്കുന്നതാണ്. കാൽമുട്ട് വേദനക്കും മരുന്ന് കഴിച്ച് വന്നപ്പോഴത്തേക്കും ലാസ്റ്റ് ശരീരമൊക്കെ അങ്ങോട്ട് വീർത്ത് പിന്നെ നടക്കുമ്പോ കിതപ്പായി, നടക്കാൻ പറ്റാത്തൊരവസ്ഥ. വണ്ടി ഇല്ലാതെ അവർക്ക് എങ്ങും യാത്ര ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ആ വ്യക്തി ഇന്നലെ രാത്രി വിളിച്ച സമയത്ത് പറയുന്ന ഒരു അവസ്ഥയാണ് കേൾക്കുന്നത്. അതായത് കിതപ്പ് ഇല്ല എന്ന്. നിസ്സാര ദിവസമായിട്ടുള്ളൂ. 18-ഉം ഇന്ന് 23-ാം തീയതി ആയിട്ടുള്ളൂ.
അപ്പോ 4 ദിവസം ഉപയോഗിച്ചപ്പോഴത്തേനും നമ്മുടെ മകന്റെ തെറാപ്പിയുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചപ്പോഴത്തേനും ആ വ്യക്തിയുടെ കിതപ്പ് മാറി എന്നുള്ളതാണ്. ഇതിന് നമ്മൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് കിതപ്പ് മാറുന്നില്ല. കിതപ്പ് എന്താന്നുള്ളത് അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാൻ പറ്റുള്ളൂ, ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു മിറാക്കൽ റിസൾട്ട് ഉണ്ടായിരുന്നു. ഇത് കൂടാതെ ഇപ്പോ സരിതാ മേഡം പറഞ്ഞ പോലെ തന്നെ സന്ധിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അസുഖം തന്നെയാണ്. മറ്റൊരാളുടെ പ്രയാസനമില്ലാതെ ഒന്നിനും പറ്റാത്തൊരു അവസ്ഥ എന്നുള്ളതാണ്. ആ സമയത്ത് ഈ നമ്മുടെ പ്രോഡക്റ്റ് ഞാൻ ചെന്ന് സംസാരിച്ചു. അവര് BSc നഴ്സായിരുന്നു, ഹെൽത്തിൽ ജോലി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അവർ ഈ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കാൻ ഒരു അവസരം അവർക്ക് കിട്ടി. അവരിത് മേടിച്ച് ഉപയോഗിച്ചു. 33 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ അവര് 33ന്റെ അന്ന് രാത്രി വിളിച്ചിട്ട് പറയുകയാണ്, സാറേ ഞാനും എന്റെ മക്കള് കൂടി അവര് UK നിന്ന് വന്നിട്ട് ശബരിമലക്ക് പോവുകയാണ്. അപ്പോ ഞാൻ കുറെ വർഷങ്ങളായിട്ടുണ്ട് ശബരിമലക്ക് പോവാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട്, പക്ഷെ എനിക്ക് പറ്റിയിരുന്നില്ല ശരീരത്തിന്റെ അസുഖം കൊണ്ട്. അപ്പോ ഞങ്ങള് മറ്റന്നാൾ ദിവസം ശബരിമലക്ക് പോവുകയാണ്, വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, സന്തോഷം, എനിക്കും അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ ആയുർവേദം കഴിച്ചു, എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞിട്ട് മാറാത്തൊരു സംഭവമല്ലേ, മരുന്നില്ലാതെ ഇത് ഇത്രയും നിങ്ങൾക്ക് മാറിക്കിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതകരമായ ഒരു സംഭവം എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഇത് മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്നു. 500-ൽ പരം പ്രൊഡക്റ്റ് കൊടുത്തൊരു വ്യക്തിയാണ്. എനിക്ക് തന്നെ കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് യൂറിക് ആസിഡിന്റെ വിഷയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്റെ കാലിന്റെ മുട്ടുവളയിലായിരുന്നു. അങ്ങനെ എന്ന് വെച്ചാൽ ഇഷ്ടഭക്ഷണങ്ങൾ കഴിക്കുക എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബീഫ് കഴിക്കാൻ പറ്റില്ല, കടല കഴിക്കാൻ പറ്റില്ല, പയർ കഴിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരുപാട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു 5-6 കൊല്ലമായിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് എനിക്ക് ഇത്തരം റിസൾട്ടുകൾ കിട്ടി. ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തയാളുടെ ലിവർ സിറോസിസ് വരെ മാറിയിട്ടുണ്ട്. ഇതൊന്നുമല്ല ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഞാൻ 2.5 കൊല്ലമായിട്ട് ഒരാളുടെ അടുത്ത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് കഴിഞ്ഞ ദിവസം നിർബന്ധിച്ചു കൊണ്ടുവന്ന് ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തു. 16,500 പ്രൊഡക്റ്റാണ് വാങ്ങി ഉപയോഗിക്കുന്നു പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് പൈസ തരുവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കാരണം എനിക്ക് അത്രയ്ക്കും വിശ്വാസമുണ്ട്, കാരണം അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടേ കൊടുത്തതാണ്. മിനിഞ്ഞാന്നാണ് പ്രൊഡക്റ്റ് കൊടുത്തേക്കണേ. ഇന്നലെ തന്നെ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു. അവർക്ക് റിസൾട്ട് അതിന് മാത്രം കിട്ടിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ റിസൾട്ട് ചോദിക്കാൻ പോയിട്ടില്ല, അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടത്. ഇതാണ് നമ്മുടെ അമൂല്യമായ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രോഡക്റ്റ് ആണ് ഇത്. വിശ്വസിച്ച് ഉപയോഗിച്ചാൽ ആർക്കും റിസൾട്ട് കിട്ടും. വിശ്വസിച്ച് ഉപയോഗിക്കണം, അല്ലാതെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയ റിസൾട്ടും ഒരു പറയില്ല. എനിക്ക് റിസൾട്ട് ഒരുപാട് പറയാനുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ അമൂല്യമായ നിധിയാണിത്. അത് വേണ്ട രീതിയിൽ എല്ലാവരും ഉപയോഗിക്കട്ടെ. ഇനി ഇഷ്ടംപോലെ ആൾക്കാർ റിസൾട്ട് പറയാനുണ്ട്, അവർക്ക് അവസരം കൊടുത്തുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഈ ബൈട്ട് പറയും. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. അഞ്ച് സാർ പറഞ്ഞ പോലെ നമുക്ക് റിസൾട്ട് പറയാൻ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അത്രയും ഹെവി റിസൾട്ടുകളാണ് നമുക്കുള്ളത്. നമുക്ക് അടുത്ത ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. പറയൂ മാഡം. വയനാട്ടിൽ നിന്നാണ്, കാർത്തിനി എന്ന പേര്. പിന്നെ ഞാന് കോഴിക്കോട് ഗിരീഷ് ബാബു സാറിന്റെ ടീമിലുള്ളതാണ്. എന്റെ റിസൾട്ട് ഞാൻ കുറെ പറഞ്ഞതാണ്. അപ്പോ ഞാനിപ്പോ അടുത്ത് കൊടുത്ത ഒരു മാസമായിട്ടുള്ളൂ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട്. അപ്പൊ അവര് 10-70 വയസ്സുണ്ട്. അവർക്ക് ഈ പ്രായം വരെ അവര് BP-യോ ഷുഗറോ ഒന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല. കൊളസ്ട്രോളും ഇപ്പം പോയി ടെസ്റ്റ് ചെയ്ത് നോക്കും, മൂക്ക് കൂടെ ബ്ലഡ് വന്നു. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് 23-ാമത്തെ ദിവസം മൂക്ക് കൂടെ ഫുള്ളും ബ്ലഡ് ഒഴുകി. അങ്ങനെ അവര് പോയി ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അവർക്ക് ബ്ലോക്ക് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പിന്നെ BP ഉണ്ട്, എല്ലാം അധികമാണ്. അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞാൻ ഡോക്ടർ മരുന്നും കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു എനിക്ക് എൻ്റെ മൂക്ക് കൂടെ ബ്ലഡ് വരുന്നത് എന്താ ചെയ്യുക. ഞാൻ പറഞ്ഞു ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ഇത് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയതാണ്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കാതെ നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തോളി പറഞ്ഞ്. ഇന്നലെ രാവിലെ, വെള്ളിയാഴ്ച അവർ ടെസ്റ്റ് ചെയ്ത് വന്നു രണ്ടാമത്. ഇന്നലെ രാവിലെ ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഒന്നുമില്ല, കാരണം ഷുഗർ പിന്നെ കൊളസ്ട്രോൾ ഇല്ല, ബ്ലോക്ക് ഇല്ല, BP ഇല്ല എന്ന് അവർ എന്നോട് വിളിച്ച് പറഞ്ഞു. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഡക്റ്റിൽ വിശ്വാസം വന്നോന്ന് ചോദിച്ചപ്പം പറഞ്ഞു ആ വന്നു, ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും നല്ല റിസൾട്ടാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. എൻ്റെ റിസൾട്ടുകളൊക്കെ ഞാൻ കുറേ പറഞ്ഞതാ, കാരണം എൻ്റെ കുഞ്ഞിൻ്റെ അപസ്മാരം മാറി, എൻ്റെ മകൻ്റെ കൊച്ചിൻ്റെ അപസ്മാരം കംപ്ലീറ്റ് മാറി, ഡോക്ടർ ഗുളിക നിർത്തി, ഹസ്ബൻഡിനും അത്യാവശ്യം കുറവുണ്ട്, മോന് യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് BP കൊളസ്ട്രോൾ എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. എല്ലാത്തിനും നല്ല മാറ്റം വന്നിട്ടുണ്ട് മാഡം.
ഓക്കെ, താങ്ക് യു. അത്രേ ഓക്കെ ഉള്ളൂ. മാഡം, താങ്ക് യു കാർത്തിക്. മാഡത്തിന് നല്ല ഒരു റിസൾട്ടാണ് പറയാനുണ്ടായിരുന്നത്. ഇത്രയും നല്ല റിസൾട്ടുകളൊക്കെ നമുക്ക് പറയാനുള്ളപ്പോൾ നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അടുത്ത ആൾക്ക് പറയാട്ടോ റിസൾട്ട്. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. അമ്പിളിന്നാണ്, മലപ്പുറം ജില്ല, കോട്ടക്കല്. ഓക്കെ ഈ ഒരു മാഗ്നറ്റ് തെറാപ്പി പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഏകദേശം 3 വർഷത്തോളായി. എനിക്ക് ഒരു ഷുഗറിന്റെ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. കാരണം 33-34 വയസ്സായപ്പോൾ ഷുഗർ വരിക എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഒരു 10-50 വയസ്സാകുമ്പോൾ നമ്മൾ എവിടെ എത്തും എന്നുള്ളത്. ആ ഒരു സമയത്താണ് ഷുഗർ മാത്രമല്ല 7 വർഷത്തോളം ഞാൻ എൻ്റെ 2 കൈയിനും തരിപ്പ്, ഫുൾ ബോഡി പെയിൻ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു. സർജറി അല്ലാതെ വേറെ ഒരു മാർഗമില്ല എന്ന് പറഞ്ഞ ഡോക്ടേഴ്സ്. എന്തായാലും ഞാൻ സർജറിക്ക് തന്നെ തീരുമാനിച്ച വ്യക്തിയായിരുന്നു. അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, കോട്ടക്കലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവർ 50,000 രൂപയാണ് സർജറിക്ക് പറഞ്ഞത്. പക്ഷെ അവർ പൂർണ്ണമായിട്ടും മാറുമെന്ന് അവർ പറഞ്ഞിട്ടില്ലായിരുന്നു. എങ്കിലും ഞാൻ ഒന്ന് ചിന്തിച്ച്, എൻ്റെ മക്കൾക്ക് ഭക്ഷണം പോലും ഉണ്ടാക്കാൻ പറ്റാത്ത അവസരത്തിൽ എത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും? ബാക്കോട്ട് അടിച്ചു നിന്ന് സർജറിക്ക് പേടിയായിരുന്നു. കാരണം അവര് നമ്മളൊരു സമ്മതപത്രം എഴുതി കൊടുക്കണം, ഈ ഒരു ഓപ്പറേഷനിൽ എന്ത് സംഭവിച്ചാലും യാതൊരു പരാതി ഇല്ല എന്ന് പറഞ്ഞിട്ട്. അതിനാണ് ഞാൻ അത് ചെയ്യാതെ നിന്ന സമയത്തായിരുന്നു നമ്മുടെ കോഴിക്കോടുള്ള നമ്മുടെ ഷാജി സാറിന്റെ പേര് ശരിക്കും എന്ന് പറയുമ്പോഴേ ഗിരീഷ് ബാബു എന്നാണ് വിളിക്കല്, ഞങ്ങളൊക്കെ ഷാജി സാർ എന്നാണ് വിളിക്കല്. പ്രീതി മാഡം, അത് ചെസ്റ്റ് ഹോസ്പിറ്റൽ അലോപ്പതി നേഴ്സാണ് പ്രീതി മാഡം. ഒരുപാട് വർക്ക് ചെയ്ത ഒരാളാണ്. അലോപ്പതിന്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് മാഡത്തിന് അറിയാം. അങ്ങനെ അവര് പ്രൊഡക്റ്റ്, മഞ്ജു മാഡം ഉണ്ടായിരുന്നു, ഒളവണ്ണ സ്വദേശി. ഇവർ ഈ പ്രൊഡക്റ്റ് കൊണ്ടു കൊടുത്തപ്പോ ഞാനും ഒന്ന് മടിച്ചു. ഈ ഒരു പ്രൊഡക്റ്റിൽ ഉപയോഗിക്കുമ്പോഴേ എങ്ങനെയാ ഇത്രയും ഹോസ്പിറ്റൽ ഉണ്ടായിട്ട് സർജറി പറഞ്ഞിട്ട് പറയുന്ന കാര്യം അവര് പോലും ഉറപ്പ് പറയാത്തത് എങ്ങനെയാ മാറുക എന്നുള്ളത്. എന്തായാലും അവരെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം അലോപ്പതി നേഴ്സ് ഒരിക്കലും നമ്മളോട് അലോപ്പതിയെ കുറ്റം പറയില്ല. ഏതൊരു ഡോക്ടർമാരെ നമ്മൾ പോയാൽ അലോപ്പതിയെ അവരെതിര് പറയാത്ത വ്യക്തികളാണ്. അങ്ങനെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു. എനിക്ക് ആദ്യം കിട്ടിയ റിസൾട്ട് എന്ന് പറയുമ്പോഴേ ഒരു 1.5 മാസം കൊണ്ട് ഷുഗർ നോർമലായി എന്നാണ്. എനിക്ക് 150 ഫാസ്റ്റിങ്ങിലുള്ള ഷുഗർ ഏകദേശം 93 എന്ന അളവിലേക്ക് എത്തി. അത് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡ് ഇത് വാങ്ങിയപ്പോൾ കുറെ കളിയാക്കിയ ആളായിരുന്നു. 3 മാസം ഞാൻ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ കൈയിന്റെ തരിപ്പ് എവിടെ പോയി എന്നറിയില്ല. ഉറക്കില്ലാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. ഉറങ്ങാന് പ്രയാസം. രാത്രി ആയാൽ തുടങ്ങി 2 കൈയിനും തരിപ്പ്. അത് തലയണിട്ട് അടിയിൽ വെച്ചിട്ട് കൈ വെള്ളത്തിലിട്ട് മുക്കുക, അങ്ങനെയുള്ള സാഹചര്യത്തിലായിരുന്നു. പക്ഷെ ഹസ്ബൻഡ് ഈ ഒരു പ്രൊഡക്റ്റ് കളിയാക്കിയിരുന്നു. എന്നാ ഹോസ്പിറ്റലൊക്കെ പൂട്ടി പോകേണ്ടി വരും എന്ന് പറയും. പ്രോഗ്രാമിലൊക്കെ കേരളുണ്ട്, ബാബു കോട്ടക്കൽ എന്നാണ് പേര് ടൈപ്പ് ചെയ്ത് വിടല്. ആളിത് കളിയാക്കിയാലും ഞാനൊരു ഫാമിലി സെറ്റ് ആണ് വാങ്ങിയത്. ഫാമിലി സെറ്റ് വാങ്ങി കൃത്യമായിട്ട് ഞങ്ങൾ 2 പേരും യൂസ് ചെയ്തു. എൻ്റെ കുഞ്ഞു മോനും 9 വയസ്സുള്ള മോനും ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അന്ന് അവന് 9 വയസ്സ്, ഇന്ന് 13 വയസ്സ്. അന്നേരം ഹസ്ബൻഡ് കളിയാക്കിയിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ് പറഞ്ഞ്. കൃത്യമായിട്ട് ആൾ ഉപയോഗിച്ച ആളാണെങ്കിൽ എന്നെക്കാളും പ്രശ്നമുള്ള ഒരാളായിരുന്നു. സൗദി അബഹയിൽ നിന്നൊക്കെ ഒഴിവായി വന്നതാണ്. കൊറോണ എന്ന ഇത് നമുക്കറിയാൻ അനുഭവപ്പെട്ട ഒരു കേസിൽ നിന്ന് ആൾക്ക് കിതപ്പായിരുന്നു, അതുപോലെ ബാക്ക് പെയിന്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇമ്മ്യൂണിറ്റി പവർ കുറവായിരുന്നു ആൾക്ക്. എങ്കിലും ഞാൻ അത് കൃത്യമായിട്ട് ഒരു ഫാമിലി സെറ്റ് വാങ്ങി യൂസ് ചെയ്തു. ആളൊരു 6 മാസം കൃത്യമായിട്ട് ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾക്ക് തൊഴിലുറപ്പ് വഴി ഒരു കിണർ പാസ്സായി. അപ്പോൾ കിണറിനാണെങ്കിൽ 1 ലക്ഷം 1.5 ലക്ഷം രൂപയോളം നമുക്ക് ചെലവ് വരുന്നുണ്ട്. പക്ഷെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ പണിക്കാരൊപ്പം ഒരാളായിട്ട് ഞാനും ഇറങ്ങാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു ചെയർന്ന് മറ്റൊരു ചെയറിലേക്ക് നടക്കാനും പ്രയാസമുള്ള വ്യക്തി എങ്ങനെ കിണർ കുത്തുന്നു? എന്താണെന്ന് അറിയില്ല, ഹസ്ബൻഡ് നമ്മുടെ റിസ്റ്റ് ബാൻഡ് ഉപയോഗിച്ചതിന്റെ പ്രകാരം ആയിരിക്കാം, മാഗ്നറ്റൈസ് വാട്ടർ ഉപയോഗിക്കുന്നുണ്ടാവാം, 24 കോല് താഴ്ചയിൽ വരെ ആ പണിക്കാരൊപ്പം കിണർ കുത്താനുള്ള ഒരു കഴിവ്. അപ്പോഴാണ് ഏട്ടനെ ഒരു വിശ്വാസം വന്നത്, ഈ ഒരു പ്രൊഡക്റ്റിന് എന്തോ ഒരു പവർ ഉണ്ട്. നമ്മളൊന്ന് ചിന്തിക്കുക, ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റും എന്നുള്ളതൊന്ന് ചിന്തിക്കുക. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് അത്രയും അമേസിയമായിട്ടുള്ള റിസൾട്ട് ആണ്. ഇന്ന് ഇതിലൂടെ ഒരുപാട് വ്യക്തികളിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കണം, സമൂഹത്തിൽ ഒരുപാട് വ്യക്തികൾ സങ്കടകരമായിട്ടുള്ള ഓരോ വേദനകരമായിട്ടുള്ള സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ ഒരു താങ്ങും തണലായിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയാൽ വേറെ എന്തെങ്കിലും നമുക്ക് വേണം? ഇല്ല. ഈ ഒരു ഭൂമുഖത്ത് നമുക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. കുറെ പൈസ വാരി കൊടുത്തിട്ട് നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത വ്യക്തികൾക്ക് നമ്മുടെ വാക്കിലൂടെ ഒരുപാട് വ്യക്തികളെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റിസൾട്ടും കൂടി പറയട്ടെ. നേരത്തെ സെലിൻക പറഞ്ഞതുപോലെ തന്നെ ചെമ്മാട് സ്വദേശിക്ക് ഒരു അണ്ടാശയ മുഴയായിരുന്നു, ഗർഭാശയ മുഴ. അവരൊരുപാട് മരുന്ന് കഴിച്ചതായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ്, എൻ്റെ ഒരു ഫ്രണ്ടിലൂടെയാണ് അവർ അറിഞ്ഞത്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അവർക്ക്
8 ആയിരുന്നു ബ്ലഡ് ഒക്കെ ഉണ്ടായിരുന്നത്. കാലിന് കറുപ്പ് നിറമായിരുന്നു, ബ്ലീഡിങ് ഒരുപാട് പോവുമായിരുന്നു. ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ മാറുന്ന ആളും സംശയത്തോടെ ചോദിച്ചു. കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു. ഇന്ന് ആൾക്ക് 11 പോയിന്റ് ബ്ലഡിലെത്തി. ആ ഫൈബ്രോയിഡിന്റെ അംശം പോലും ഗർഭപാത്രത്തിൽ ഇല്ല എന്നുള്ള ഒരു അറിവാണ് നമുക്ക് സന്തോഷകരമായിട്ട് വാർത്തയാണ് കിട്ടിയത്. ഏകദേശം അവര് 8-9 മാസമായി ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് ഒട്ടുമിക്ക വ്യക്തികൾക്കും ഈ ഒരു പ്രൊഡക്റ്റ് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ദൈവം കയ്യൊപ്പ് വെച്ച പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട്. എന്തായാലും എന്റെ ഫാമിലി രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്റെ കുഞ്ഞു മോന് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മൊബൈലിന്റെ റേഡിയേഷനിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. 13 വയസ്സായ മോന് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. മൊബൈൽ എടുക്കുകയാണെങ്കിൽ അവന് ആ റിസ്റ്റ് ബാൻഡ് കിട്ടും. 1 ലിറ്റർ വെള്ളം ഞാൻ എന്റെ കുട്ടിക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു ബോട്ടിലാക്കിയിട്ട് നമ്മുടെ മാഗ്നറ്റൈസ് വാട്ടർ കൊടുത്തയക്കും. ഞാൻ ഇന്ന് വളരെ സന്തോഷത്താണ്. നേരത്തെ സരിത മേഡം പറഞ്ഞ പോലെ എന്നെയും ചോദിക്കലുണ്ട്. 33 വയസ്സിലുള്ള എന്നെ കാണുമ്പോൾ ഇപ്പൊ എന്നോട് ചോദിക്കുന്ന ആ ഫോട്ടോ കാണിക്കുമ്പോൾ എന്റെ അമ്മയാണെന്നാണ് ചോദിക്കുന്നത്. ഇന്ന് എനിക്ക് 38 വയസ്സായി. അന്നത്തെ ഡിഫറൻറ്റും ഇന്നത്തെ ഡിഫറൻറ്റും നോക്കിയിട്ട് ഒരുപാട് ഞാൻ വളരെ സന്തോഷത്തിലാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ഡോക്ടർ സാഗർ ജോഷി സാർ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചതിന്, ഒരു ഇന്ത്യൻ കമ്പനി പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മുടെ കൈകളിൽ എത്തിച്ചു. ദൈവത്തിനോടും സാഗർ ജോഷി സാറിനോടും എൻ്റെ പ്രിയപ്പെട്ട ലീഡേഴ്സിനോടും അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമർമാർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞു എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. എനിക്ക് പറയാനുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെ. പക്ഷെ സൽമാനെ പറഞ്ഞല്ലോ, നമ്മുടെ റിസൾട്ട് പുതിയ ആളുകളെ അറിയണം. അപ്പൊ നമുക്ക് വീണ്ടും പറയാം. പറയുന്നില്ല ഈ ബയോട്ടിനെ കുറിച്ച്. ഞാനൊരു ഷുഗർ പേഷ്യന്റ് ആയിരുന്നു. എന്റെ പേര് ഗീത സുരേഷ് എന്നാണ്. ഞാൻ അടുത്ത താമസിക്കുന്നത്. അതുപോലെ തന്നെ എന്നിലേക്ക് ഈശ്വരന്റെ കയ്യൊപ്പുള്ള പ്രോഡക്റ്റ് എത്തിച്ചു തന്നത് കളമ്പശ്ശേരി, എല്ലാവർക്കും അറിയാം, യൂനിസ് ബൈ ആണ്. അതിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ മോളെ? ഒരു മിനിറ്റ്. കേൾക്കാൻ പറ്റുന്നുണ്ടാ? കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കാം മാഡം, കേൾക്കാം, പറഞ്ഞോളൂ. അപ്പൊ ഇത് എനിക്കിത് തരുമ്പോ എന്നോട് ബിസിനസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല യൂനിസുമായി. ഞാൻ ഉപയോഗിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കല്യാണം കഴിച്ചിട്ട മോള് വീട്ടിൽ വന്ന് നിൽക്കണേയാണ്. എനിക്ക് കാല് നിലത്ത് കുത്താൻ പറ്റത്തില്ല. കാല് പിരിവിക്കല്, കൈ പുകച്ചില്, ഉറക്കമില്ലായ്മ, നഖത്തിനിടയിലൊക്കെ നഖം പൊളിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെയെല്ലാം ഭയങ്കരമായ ഒരു മരണാവസ്ഥയിലേക്ക് മാറി നിന്ന സമയത്താണ് ഈ പ്രോഡക്റ്റ് എനിക്ക് കിട്ടുന്നത്. അതിനുശേഷം 6 മാസം കൊണ്ട് ഞാൻ ആകെ മാറി. പലരും എന്നോട് ചോദിക്കും എന്ത് കഴിച്ചിട്ടാണ് ഇത്ര മാറ്റം വന്നേന്ന്. അപ്പൊ പറഞ്ഞു, ഇപ്പൊ ഈ പ്രൊഡക്റ്റിന് ഒരു വിശ്വാസം വന്നല്ലോ, അപ്പൊ ഇനി ഇത് ബിസിനസ് ആയിട്ട് മേഡത്തിന് ഏറ്റെടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം തന്നെ വാങ്ങിയത് എൻ്റെ ഒരു ഫ്രണ്ടാ. കാരണം 30 ദിവസവും ബ്ലീഡിങ് ആണ് അവർക്ക്. മെഡിക്കൽ കോളേജിൽ, ഈ കൊച്ചി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. വർഷങ്ങളായി ഈ ഗർഭപാത്രത്തിന്റെ പ്രശ്നം കൊണ്ട് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കണേയാണ്. അവസാനം ഡോക്ടർ പറഞ്ഞു, ഇനി 1 മാസം കൂടി നോക്കാം, അത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് കളയാം, ഗർഭപാത്രം എടുത്ത് കളയാന്ന് പറഞ്ഞു. ഇപ്പൊ സെലിമിക്ക പറഞ്ഞത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഞാനിപ്പോ പറഞ്ഞ സെലിമിക്ക കേൾക്കാൻ വേണ്ടിയിട്ടാണ്. സെലിമിക്ക നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഏറ്റവും അമ്പലത്തിൽ വരാൻ പറ്റാറില്ല. എന്തൊരു ഫംഗ്ഷൻ വന്നാലും അവൾക്ക് പങ്കെടുക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല. അപ്പൊ അവൾ പുതിയൊരു വീട് പണിത് അതിന് വിളക്ക് വെച്ച് അവള് പ്രാർത്ഥിച്ചപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞുപോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് അവൾക്ക് ആ പ്രോബ്ലം ഇല്ല. കറക്റ്റ് ആയിട്ട് ബ്ലീഡിങ് ഒക്കെ ശരിക്കും ഒരു സ്ത്രീകൾക്ക് വേണ്ട രീതിയിൽ കറക്റ്റായിട്ട് വരുന്നു പോണു. ഗർഭപാത്രത്തിൽ കളി വന്നിട്ടില്ല. നമ്മുടെ ഈ പ്രൊഡക്റ്റ് വിശ്വസിച്ച് ഉപയോഗിച്ച നല്ല റിസൾട്ട് കിട്ടിയ ലേഡിയാണ് എൻ്റെ ഒരു കൂട്ടുകാരി. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് റിസൾട്ട് എനിക്ക് ഒത്തിരി പറയാനുണ്ട്. മാഡം ഗുഡ് മോർണിംഗ്. ഞാനൊന്ന് പറയട്ടെ, പറയാൻ ഉണ്ടോ? പറഞ്ഞോളൂ. എന്താച്ചാ ഞാന് ലൈന മേഡം നബിഷ മേഡത്തിന്റെ ഗ്രൂപ്പിലാണ്. പക്ഷെ ഞാൻ വന്നിട്ട് ഇപ്പൊ 1 കൊല്ലായി. ഞാൻ ഇപ്പൊ കൊറേ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കൂടിയിട്ട് പറയാൻ പറ്റൂലല്ലോ, നമ്മളിപ്പം കൊറേ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഞാനിപ്പോ 1 കൊല്ലം 1 മാസമായി. പക്ഷെ വന്നിട്ട് എനിക്ക് ഉള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞപ്പം നിങ്ങളൊക്കെ ഇപ്പം ഓരോ അസുഖങ്ങൾ പറയുന്നുണ്ടല്ലോ. എനിക്കിപ്പോ എന്തൊക്കെ അസുഖം പറയാൻ കഴിയണില്ല. അത്രയ്ക്കുള്ള അസുഖങ്ങൾ എന്റെ ശരീരത്തേക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം നോർമലായി. ഇപ്പം ഒരു കുഴപ്പമില്ല. അല്ല
സുന്ദരായിട്ട് ഇപ്പം നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്. എന്താ വെച്ചാ നമുക്ക് വേദനയില്ല. എനിക്ക് പലയധി കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു. തലയിൽ പണ്ട് കല്ല് വീണ ഒരു ചരിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്നൊക്കെ രക്ഷപ്പെട്ട് തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും മറിക്കാനും തലകറക്കം, വേദന, ശരിക്ക് വർത്താനം പറയാൻ കഴിയാത്ത ആ ചരിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോർമലായി, ഒക്കെ സുഖമായി, ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ കൊടുത്ത ആൾക്കാർക്കൊക്കെ ഇപ്പൊ ഇന്നലെ ഇപ്പൊ എന്റെ മോക്ക് ഈ ഇതിന്റെ പിന്നെ നട്ടലിന്റെ നീരിറക്കാണ്. അപ്പൊ കുറെ മരുന്ന് ഞാൻ ആദ്യമൊന്നും പറഞ്ഞാൽ അവരാരും സ്വീകരിക്കൂലഞ്ഞു. ഇപ്പം നമ്മൾ പറഞ്ഞ പണ്ടൊരു ചെല്ലുണ്ട്, ഗതി കെട്ടാ പുല്ലും തിന്നുന്നു. ഇപ്പൊ ആദ്യം പറഞ്ഞപ്പോ ഓരൊക്കെ നെറ്റിവായിരുന്നു. ഇപ്പൊ അവർക്ക് ഇത് വാങ്ങണം എന്നുള്ളൊരു ആവശ്യം വന്ന് അപ്പൊ ഞാൻ പറഞ്ഞപ്പോ മോള് സ്വീകരിച്ചു. അപ്പം മോക്കിപ്പോ വേണം, എത്രയോ മരുന്ന് കുടിച്ച് സ്കാൻ ചെയ്തു ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നലെയാണ് നമ്മളിപ്പോ കൊണ്ടുവന്ന് ഇവിടെ ലൈനാമേടെ കൊണ്ടുവന്ന് കൊടുത്തത്. ഇപ്പൊ ഇന്നലെ കൊടുത്തപ്പോ ഇന്ന് രാവിലെ വെച്ചൊക്കെ ഞാൻ വിളിച്ചു. അപ്പം പറഞ്ഞ് കുറച്ച് മാറ്റണ്ട് എന്ന്. ആദ്യം ഒരു വിശ്വസിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞാല് എനിക്ക് ഈ വേദന പറഞ്ഞാൽ ഈ തരിപ്പും കടച്ചിലും മസല് കയറല്, കോറല്, കാലിന്റെ അടിപ്പ്, ഈ കാലം തണുപ്പ് കാലം വന്നാൽ പൊട്ടലുണ്ടായിരുന്നു, കാലൊക്കെ വിണ്ടീറും. അതൊക്കെ ഇപ്പൊക്ക് മാറി, ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ കൊടുത്ത ആൾക്കാർക്കൊക്കെ നല്ല റിസൾട്ടോട് കൂടെ പോരൊക്കെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ബയോട്ടിയർ എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിന് തുല്യമായ ഒരു സംഭവമാണ് നമുക്ക് കിട്ടിയത്. എല്ലാരും ഇത് വാങ്ങി ഉപയോഗിച്ചാൽ എല്ലാരും ആരോഗ്യത്തോടെ വരുന്ന എൻ്റെ അടുത്തുള്ള റിപ്പോർട്ട്, എന്റെ മനസ്സിലുള്ളത് എല്ലാരോടും ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ കുറെ ആൾക്കാർ വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ആദ്യമൊക്കെ നെറ്റീവ് പറഞ്ഞ ആൾക്കാർ വീണ്ടും ഇപ്പൊ ഓരോന്ന് ചോദിച്ചും പറഞ്ഞും പൈസ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ട്. നമ്മക്ക് ഗുണം കിട്ടുമ്പോഴേ നമ്മളിപ്പോ നമ്മളെ ആവശ്യത്തിന് നമുക്ക് 10, 60, 70 വയസ്സായി തുടങ്ങി. എന്നാലും എന്റെ ആവശ്യത്തിനുള്ള പ്രവൃത്തി മുഴുവെടുക്കാൻ കഴിയുന്നുണ്ട്. അതിനുള്ള തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, വീട്ടിലെ പണി മുഴുവെടുക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ മരുമോള് പ്രസവിച്ച് കിടക്കാൻ ഇപ്പൊ വീട്ടിലെ കാര്യങ്ങൾ മുഴുവെടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ആരോഗ്യം കിട്ടിയിട്ടാണ്. അല്ല നമ്മളാണ് ആരോഗ്യത്തിന്റെ ചിന്തിക്കേണ്ടത്. ഒരാള് നെറ്റീവ് പറഞ്ഞാല് നമ്മള് കേട്ടിരിക്കരുത്. നമുക്ക് ആരോഗ്യം കിട്ടണം എന്നുള്ള ഒരു ആവശ്യം നമുക്ക് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ മക്കളിടയിൽ നമ്മൾ ജീവിച്ചിരിക്കണം എന്നുള്ള ആവശ്യം നമുക്ക് വേണം. സമീർ സാർ പറഞ്ഞോളൂ. യെസ്, ഗുഡ് മോർണിംഗ് ഓൾ എവരിബഡി. എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ 7 മാസമായി ഇപ്പൊ ഉപയോഗിക്കുന്ന. എൻ്റെ ലീഡർ ചന്ദ്ര സാറും രാജൻ സാറായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ട് അങ്ങനെ മീറ്റിങ്ങിലൊക്കെ പോയി ഞാനിപ്പോൾ യൂസ് ചെയ്തു. 7 മാസമായി. എനിക്ക് യൂറിക് ആസിഡും ഇതൊക്കെ ഉണ്ട്. ഞാൻ റിസൾട്ടൊക്കെ പറഞ്ഞ യൂറിക് ആസിഡ് ഒരൊറ്റ ഫാസ്റ്റായിട്ട് ഞാൻ പറയാം. യൂറിക് ആസിഡിന്റെ ക്രിയാറ്റിൻ ഉണ്ടായിരുന്നു, കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു, കൈതരിപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. അതിന് ശേഷം ഞാനിപ്പോ ഗൾഫിൽ 7 മാസമായിരുന്നു. അപ്പോൾ 7 മാസം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ എന്നെ കണ്ടതിന് ശേഷം എല്ലാവരും ചോദിക്കും, നിനക്കെന്താ ഒരു മാറ്റം വന്ന്, നിന്റെ ഒരു ഫേസ് മാറ്റം വന്ന്, നിന്റെ ബോഡിയിൽ ഒരു മാറ്റം വന്ന്, കുറെ ആൾക്കാർ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കൈമുള്ള ഈ ഒരു സാധനം ഞാൻ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഞാൻ വന്ന ഉടനെ എല്ലാവരും എന്നെ കളിയാക്കി, നീ കൈമിടിപ്പവും കെട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞ എല്ലാവരുടെ കയ്യിലും ഞാനൊരു 3 വർഷത്തിനുള്ളിൽ ഞാൻ ഈ ഏരിയയിൽ, ഈ ഏറാമല പഞ്ചായത്തിന്റെ ഏരിയയിൽ ഞാൻ ഒരുവിധ ആൾക്കാരെ കയ്യിലൊക്കെ എത്തിക്കും. അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്റെ പെങ്ങൾ ആദ്യം കളിയാക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവർക്ക് ഞാൻ പറഞ്ഞ്, മൂത്ത സഹോദരി ഹസ്ബൻഡ് ഡോക്ടറായിരുന്നു. അപ്പൊ ഓർ വിശ്വസിച്ചില്ല. മൂത്ത സഹോദരിക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ, കാലുവേദനയൊക്കെ കുറച്ച് ഉപയോഗിച്ചു. അതിന് കുറച്ച് മാറ്റങ്ങൾ വന്നു. പിന്നെ അളിയൻ പറഞ്ഞ സ്ഥിതിക്ക് മാറ്റി വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പെങ്ങൾക്ക് കൊടുത്ത്. അങ്ങനെ അവളും കളിയാക്കിയിരുന്നു. പക്ഷെ അവക്ക് പിന്നെ കൈതരിപ്പ്, കാലുവേദന, പിന്നെ ഭയങ്കര ഫാറ്റായിരുന്നു, മുഖമൊക്കെ നീര് വന്നിട്ട് അവളിപ്പോ 1 മാസം 1.5 മാസം ഉപയോഗിച്ചു. കറക്റ്റ് ഞാൻ ഫോട്ടോ ഇതിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. പറഞ്ഞോളൂ മാഡം. എന്റെ പേര് റെയ്ഹാൻ, എന്റെ സ്ഥലം കാലിക്കറ്റാണ്. ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് ഇപ്പൊ 2.5 വർഷം കഴിഞ്ഞ് 3 വർഷത്തോളമായി. എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷെ ഞാനൊരു പ്രൊഡക്റ്റ് കൊടുത്ത് ഒരു ലേഡിക്ക് രാത്രി 12 മണിക്കാണ് ഞാൻ അവരുടെ വീട്ടിൽ ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോകുന്നത്. രാത്രി സീരിയസ് ആയ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ICUലാണ്. 2.5 ലക്ഷത്തോളം രൂപ ICUല് ചെലവായി. അവർക്ക് സ്ട്രോക്ക് വന്നതായിരുന്നു. സ്ട്രോക്ക് വന്നിട്ട് പിന്നെ അത് കുറച്ചൊക്കെ ഒരു റെഡി ആയി വരുന്ന സമയത്ത് അവർക്ക് തലയില് തലച്ചോറിൽ ഫുള്ളും അണുക്കളായിരുന്നു. കാലിന്റെ മുട്ടിന് അതും അണുക്കളായിരുന്നു. അങ്ങനെ കാലിന്റെ മുട്ടിന് സർജറി ചെയ്തിട്ട്, ആ സർജറി ചെയ്ത് റിസൾട്ട് പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വന്നാണ് ഞാൻ അവരെ വീട്ടിലെത്തുന്നത്. അപ്പൊ എന്റെ
താത്തന്റെ മകനും ഞാനും കൂടാണ് ആ പ്രൊഡക്റ്റ് അവന്റെ ഫ്രണ്ടിന്റെ ഉമ്മാണ്. അപ്പൊ അന്ന് രാത്രി തന്നെ കൊണ്ടുപോവാ, ഞാൻ ഇപ്പൊ തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും അവനും കൂടെ അത് കൊടുത്ത് അപ്പൊ അവര് ഒറ്റ അവശ്യ നിലയില് എണീച്ചിരിക്കാനോ ഒന്നിനും പറ്റൂല, അന്ന് കിടക്കാണ്. അപ്പൊ നമുക്ക് സർജറി കഴിഞ്ഞതുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റൂല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അവർക്ക് ഇത് വേണമെന്നും അപ്പൊ ഞാൻ എന്ത് പണിയെടുത്ത് ബെഡൊന്നും, പിന്നെ ആണെങ്കിൽ നല്ല ബ്ലീഡിങ്ങും ആണ് അവർക്ക്. ബ്ലീഡിങ് ആയിട്ട് അതും വലിയ പ്രശ്നത്തിലാണ്. അപ്പൊ ബെഡ് തീരെ ഉപയോഗിക്കാൻ പാടില്ലല്ലോ ആ സമയത്ത്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് നമ്മളെ വാട്ടർ പാഡ് എടുത്തിട്ട് ഞാൻ പില്ലോന്റെ ഉള്ളിൽ വെച്ചുകൊടുത്തിട്ട് നമ്മളെ രാമേന്ദ്ര സാറൊക്കെ പറയില്ല വാട്ടർ പാഡിലാണ് തലക്ക് നല്ല ഇത് കിട്ടലിന്. അപ്പൊ അത് ആ ക്ലാസ് കേട്ടപ്പോ അത് എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ കയ്യില് റിസ്റ്റ് ബാൻഡ് കെട്ടിക്കൊടുത്തും ചെയ്ത് വെച്ചുകൊടുത്തു. അങ്ങനെ അവരെ ഞാൻ നിരന്തരം ഫോളോ അപ്പ് ചെയ്യും. എന്താണെന്നുള്ള മനസ്സിൽ വല്ലാത്തൊരു പേടിയുണ്ട്. അങ്ങനെ ഒരു അവശ്യ നിലയിലാണ്, അത്ര വലിയ പ്രായമൊന്നുമില്ല, അപ്പൊ അവശ്യ നിലയിലാണ് അവർ കിടക്കുന്നത്. അപ്പൊ എന്താണെന്നുള്ള ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അവർക്ക് പ്രൊഡക്റ്റ് കൊടുത്തപ്പോ. അങ്ങനെ ഒരു 7 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഫോണൊന്നും ചെയ്യൂല. 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അവരെ വീട്ടിൽ പോയത്. അവരെ വീട്ടിൽ പോയപ്പോ കാലിന്റെ അടിക്ക് നല്ലൊരു മുറിവാണ്. ഇല്ല വെച്ചാൽ നല്ല പഴുപ്പുണ്ടായിട്ട് ഭയങ്കര റൗണ്ടായിട്ട് ഒരു മുറിവുണ്ട്. ആ മുറിവിന് ഞാൻ പറഞ്ഞ അവരെ മകളോട് ഈ വെള്ളം കൊണ്ട് കാല് എടുത്തെടുത്ത് കഴുകി കൊടുക്കണം. അപ്പൊ കാലൊക്കെ ഫുള്ള് കറുപ്പ് കളറായിട്ട്. അങ്ങനെ ഞാൻ ആ 7 അന്ന് പോയപ്പോ അവരെ കാലൊക്കെ നല്ല കളറ് വെച്ചിക്കണ്, ആ മുറിവിന് നല്ല ഉണക്കുണ്ട്. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ അവര് എണീച്ചിരിക്കാൻ തുടങ്ങി, ആ വെള്ളം കറക്റ്റില് കൊടുക്കുന്നുണ്ട്, എണീച്ചിരിക്കാൻ തുടങ്ങിയപ്പോ മനസ്സിന് ഭയങ്കര സന്തോഷം. എന്താ വെച്ചാല് ബെഡിൽ നിന്ന് തന്നെയാണ് യൂറിൻ പാസ് ചെയ്യലും പിന്നെ അപ്പിടലൊക്കെ ബെഡിൽ നിന്ന് ഇരുന്ന് പാത്രം വെച്ചുകൊടുക്കലാണ്, അത്ര ആവശ്യമാണ്. അങ്ങനെ ആ ഒരു ഇത് അങ്ങനെ പിന്നെ ഞാൻ 17 അന്ന് അവരെ വീട്ടിൽ പോയി. 17 അന്ന് പോയപ്പോ അവര് ബാത്റൂമിലേക്ക് നടന്നു പോവാൻ പറ്റി. ബാത്റൂമിൽ നടന്നു പോയി പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലെത്തി. അപ്പൊ കാല് അതിലും നല്ലോണം ഉണക്കം വന്ന്. അപ്പൊ എന്താ പറയാ, എന്നെ കാണുമ്പോ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷാണ്. എന്താ വെച്ചാൽ ഇത്ര ഹോസ്പിറ്റലില് ഈ 2.5 ലക്ഷം ഉറുപ്യ കൊടുത്തിട്ട് അവർക്ക് ഒന്ന് എണീറ്റിരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു മരുന്നൊരു കാരണവശാലും നിങ്ങൾ നിർത്തരുത്. ഈ വെള്ളം, ഈ വാട്ടർ പാഡും ഈ റിസ്റ്റ് ബാൻഡാണ്, ബെഡ് ഉപയോഗിച്ചിട്ടേ ഇല്ല. അങ്ങനെ അവരിപ്പോ മാഷാ അല്ലാഹ് അത്ര സന്തോഷം പറയാൻ വയ്യ. ഇപ്പൊ പൂർണ്ണ ആരോഗ്യവതിയാണ്. ഞാൻ ആ വീട്ടില് ചെന്നാൽ എന്നെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചിട്ടല്ലാതെ അവര് വിടൂല. ഞാനൊരു ദിവസം പോയപ്പോ വീട്ടിൽ അടുക്കളയിൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കി ആ പണിയിലാണ്. എന്ത് സന്തോഷാന്നറിയാം അങ്ങനെ കണ്ടപ്പോ. അപ്പൊ പറയാണ് ഈ ഇത്രയും ഞാൻ എത്രയോ കാലമായി ഇങ്ങനെ ജോലി ചെയ്തിട്ട് ആരാ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. ഓക്കെ, വസന്ത മാഡം ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ മാഡം? അങ്ങനെയുള്ള ഒരു സന്തോഷം എന്താ പറയാ, അവരാ പൂർണ്ണ ആരോഗ്യവതിയായി അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കലും. അങ്ങനെ ഞാൻ പോയാൽ എപ്പോഴും ഇന്ന ഭക്ഷണം കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ. എന്റെ ആരോഗ്യം തിരിച്ചു തന്നത് നീയാണ് എന്നാ പറയല്. അത്രക്ക് സന്തോഷാണ്. അതുകൊണ്ടപ്പോ എന്റെ ഉമ്മക്ക് പിന്നെ ഈ എൻജോപ്ലാസ്റ്റർ ഒക്കെ കഴിഞ്ഞതാണ്. പക്ഷെ ഉമ്മ 78 വയസ്സുണ്ട് ഇപ്പൊ. പിന്നെ നമ്മളെ ഈ പ്രൊഡക്റ്റ് ഞാൻ ആ സമയത്ത് തന്നെ നമുക്ക് ഇവിടെ അങ്ങനെ ഷോൾഡർ പെയിൻ ആയിരുന്നു. ആ വേദനക്ക് യുനാനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഞാൻ 7 പ്രാവശ്യം ഉച്ചിലെടുത്തിക്കണം. ഒന്നരാടം 900 രൂപയാണ് ഒരു ഉച്ചിലിന് കൊടുക്കുക. പക്ഷെ എന്നിട്ട് പോലും ഒരു സമാധാനം കിട്ടിയിട്ടില്ല. നമ്മുടെ ഈ റിസ്റ്റ് ബാൻഡ് ഉണ്ടല്ലോ, അത് ഒരു 6-7 ദിവസം ഞാൻ രാത്രി കിടക്കുമ്പോ കെട്ടിക്കൊടുക്കും. പിന്നെ നമുക്ക് 2.5 കൊല്ലായിട്ട് ഇന്ന് വരെ ആ ഒരു വേദന ഉണ്ടായിട്ടില്ല. പിന്നെ അമ്മ 8 ഗുളിക പോണം കഴിക്കലുണ്ട്. ഇപ്പൊ 2 ഗുളികയെ കഴിക്കലുള്ളൂ. ഇപ്പൊ പൂർണ്ണ ആരോഗ്യവനാണ്. നമ്മളെക്കാട്ടി ജോലി ചെയ്യും 78 വയസ്സുള്ള. അതെന്നെ ഓക്കെ മാഡം. സന്തോഷമാണ്. ഓക്കെ റയാൻസ് മാഡത്തിന് ഒത്തിരി റിസൾട്ട്, കാരണം അവർക്ക് കിടക്കുന്ന ഒരു പേഷ്യന്റ്
അതുകൊണ്ട് നമുക്ക് ഇത്രയും എന്ത് ആ പ്രാർത്ഥന പറഞ്ഞാലും പോലും നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് സാറിന് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ലല്ലേ. നമ്മളെ ഈ കേരളത്തിൽ കൊറോണയ്ക്ക് ശേഷം ഞങ്ങളുടെ കയ്യിൽ അതെ ഈ ഒരു പ്രൊഡക്റ്റ് അതുപോലെ തന്നെ നമുക്ക് എത്തിച്ചു തന്ന ലീഡേഴ്സിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. 5 തൊട്ടിൽ ഓക്കെ അവർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യും. ഒരു ഓക്കെ 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 മാഡം, താങ്ക് താങ്ക് യു. ഓക്കെ, നല്ല ഹെവി റിസൾട്ട് തന്നെയാണ് മാഡത്തിന് പറയാനുണ്ടായിരുന്നത്. മാക്സിമം നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഒരു റിസൾട്ട് പറയുമ്പോൾ എപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും ലീഡേഴ്സ് ആണ്. വെറുതെ അൺമ്യൂട്ട് ചെയ്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ വരുമ്പോൾ മാത്രം അതൊന്ന് മ്യൂട്ട് ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാ ലീഡേഴ്സും അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ആൾക്ക് പറയാം, റിസൾട്ട് പറയാം, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മഞ്ജു മാഡം, പറഞ്ഞോളൂ. എന്റെ പേര് മഞ്ജു, കോഴിക്കോടാണ് സ്വദേശം. എനിക്ക് പറയാനുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്റെ റിസൾട്ട് തന്നെയാണ്. ഇന്നലെ രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ ആ ഒരു സാറിന്റെ റിസൾട്ട് ഞാൻ വാക്കുകളൊക്കെ കേൾക്കായിരുന്നു. അതേ ബുദ്ധിമുട്ടിലായിരുന്നു ഞാനും. കാരണം എന്താന്ന് വെച്ചാല് തൈറോയിഡിന് ഏകദേശം ഒരു 9 വർഷത്തോളം മരുന്ന് കുടിച്ച വ്യക്തിയാണ്. പക്ഷെ അസുഖം അറിയാതെ കുറെ വർഷം ഞാൻ കൊണ്ടു നടന്നു എന്നുള്ളതാണ് വലിയൊരു ഇത്. കാരണം എന്താന്ന് വെച്ചാൽ ഇത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവാണ്ട് കുറെ വർഷം ഞാൻ കൊണ്ടു നടന്നു. പക്ഷെ അതിലൂടെ ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അസുഖം എങ്ങനെയാ അറിഞ്ഞത് എന്ന് പറഞ്ഞാല് കഴുത്തിന്റെ ഈ ഭാഗത്ത് ഒരു കറുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും എന്നോട് പറഞ്ഞു തൈറോയ്ഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തോളൂ. കാരണം ഈ തൈറോയ്ഡ് എന്ന് പറഞ്ഞ സംഭവം അന്നൊന്നും അങ്ങനെ ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഡോക്ടർ 50 mgന്റെ ഗുളികയായിരുന്നു എനിക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം ഒരു 4-5 മാസം ആ ഒരു 50 mgന്റെ ഗുളിക തന്നെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. ആങ്ങളേന്റെ കല്യാണത്തിന്റെ സമയത്ത് 2 ദിവസം ഞാൻ ഗുളിക കുടിക്കാൻ മറന്നുപോയി. കാരണം ഇത് വെറും വയറ്റിൽ കുടിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ടിലേക്ക് എത്തുക. അപ്പോ ആ ഒരു 2 ദിവസം ഒരു തിരക്ക് കാരണം കുടിക്കാൻ വിട്ടുപോയത് കാരണം എനിക്ക് ആ ഒരു മാസം ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കാണിച്ച സമയത്ത് 50 എന്നുള്ള ഗുളിക 100 mgയിലേക്കാണ് ആക്കിയത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഒന്ന് ആലോചിക്കുക, നമ്മൾ മരുന്ന് കുടിച്ചാൽ നമ്മുടെ അസുഖം മാറുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് കുറയാ വേണ്ടത്. പക്ഷെ ഇത് ഞാൻ 2 ദിവസം കുടിക്കാത്തതിന്റെ പേരിൽ എനിക്ക് 100 mgന്റെ ഗുളിക എഴുതി തന്നതാണ്. പിന്നെ എല്ലാ മാസവും ഞാനിത് ടെസ്റ്റ് ചെയ്ത് കാണിക്കായിരുന്നു ഡോക്ടറെ. ഹസ്ബൻഡിന് അത്രയ്ക്ക് നിർബന്ധം. കാരണം നമുക്കറിയാം ഗുളിക സ്ഥിരമായിട്ട് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട് നമ്മൾ പിന്നീട് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത്. അപ്പൊ ഹസ്ബൻഡിന് അത്രയും നിർബന്ധമാണ് മാസാമാസം അത് ടെസ്റ്റ് ചെയ്ത്. എനിക്കും ഓർമ്മയില്ലെങ്കിലും ആളെന്നെ ഓർമ്മപ്പെടുത്തി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിക്കായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു, എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരിക്കലും മാറൂല എന്നുള്ളത്. ജീവിതാവസാനം വരെ നമ്മൾ മരിക്കുന്ന വരെ ഇതിന്റെ മരുന്ന് കുടിക്കണം എന്നുള്ളത് പറഞ്ഞപ്പോ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് എല്ലാരും പറയുന്നത് എനിക്കും അറിയില്ലാന്ന്. പക്ഷെ ആൾക്ക് തീരെ വിശ്വാസമില്ല ഇത് മരുന്ന് കുടിച്ചാൽ മാറും എന്നുള്ളതാണ്. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞ സമയത്ത് ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതേപോലെ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഇത് പൂർണ്ണമായിട്ടും മാറൂലേ, ഇത് ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് സത്യമാണോ എന്നുള്ളത് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് ഷുഗർ പ്രഷർ പോലെ ചില മാസം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അളവ് കൂടുതലായിരിക്കാം, ചില മാസം അത് കുറവായിരിക്കാം. അപ്പൊ അതനുസരിച്ചാണ് നിങ്ങൾക്ക് മരുന്ന് എഴുതി തരുന്നത് എന്ന്. അപ്പൊ ആൾക്ക് വിശ്വാസമായി ഇത് ഒരിക്കലും മാറൂല എന്നുള്ളത്. അതുപോലെ ഈ ഒരു അസുഖം മാറൂല എന്നുള്ള ആ ഒരു അസുഖം ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും മാറും എന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ഒരു പേരിലാണ് ഇത് വാങ്ങി ഉപയോഗിച്ചത്. ഹസ്ബൻഡ് അത്രയ്ക്കും സപ്പോർട്ടാണ് എനിക്ക് തന്നത്. കാരണം ഗുളികയിൽ നിന്ന് നമുക്കൊരു മുക്തി കിട്ടാല്ല. ആർക്കും ഇഷ്ടം ഉണ്ടായിട്ടല്ല മരുന്ന് കുടിക്കുന്നത്, നമ്മുടെ നിവർത്തികേട് കൊണ്ടാണ് നമ്മൾ മരുന്ന് കുടിക്കുന്നത്. പക്ഷെ ഇത് ഉപയോഗിച്ച് എനിക്ക് 3 മാസം കൊണ്ടാണ് ആ തൈറോയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അസുഖം എനിക്ക് നോർമൽ ആയി കിട്ടിയത്. കാരണം ഡോക്ടർക്ക് വരെ അതിശയായിപ്പോയി നമ്മളെ ഈ ടെസ്റ്റ് കൊണ്ടുപോയി കാണിച്ച സമയത്ത്. കാരണം എനിക്ക് ഗുളികയിൽ നിന്നും നമുക്കറിയാം ഒരുപാട് അസുഖങ്ങൾ അതിന്റെ പേരിൽ നമുക്ക് പിന്നീട് വരാം, അതിനകത്ത് നിന്നൊക്കെ രക്ഷ നേടാൻ കഴിഞ്ഞു. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് അത്രയ്ക്കും മൂല്യമുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ തൈറോയ്ഡ് എന്ന് പറഞ്ഞ അസുഖം പല രീതിയിൽ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കാരണം അന്നൊക്കെ ചെറിയ മക്കളായിരുന്നു, മക്കളോട് 1ഉം 2ഉം പറഞ്ഞ് രണ്ടാമത്തേന് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, മാനസികമായിട്ട് വരെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്കറിയില്ല, സത്യം പറഞ്ഞാൽ ആദ്യം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇന്നലെ ആ ഒരു സാറിന്റെ ക്ലാസ് കേട്ടപ്പോ ഇതൊക്കെ ഞാനും അനുഭവിച്ചതാണല്ലോ എന്നുള്ളത് ഞാൻ ഇന്നലെ ഓർത്തുപോയി. അപ്പോ അങ്ങനെ ഒരു പ്രത്യേക ഒരു അസുഖമാണ് ഈ ഒരു തൈറോയ്ഡ് എന്ന് പറഞ്ഞത്.
അപ്പൊ ആ ഒരു അസുഖത്തിൽ നിന്നും ഈ ഒരു ഈ ബയോട്ടോറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മഹത്തായ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിലൂടെ എനിക്ക് ഒരുപാട് തൈറോയ്ഡ് മാത്രമായിരുന്നില്ല, എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ പറയുന്നില്ല, നീണ്ടുപോകും. അപ്പൊ അതിൻ്റെ അകത്തു നിന്നൊക്കെ എനിക്കൊരു രക്ഷ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ സാഗർ ജോഷി എന്ന് പറഞ്ഞ ആ ഒരു മഹത്തായ വ്യക്തിയെ നന്ദിയോട് ഓർക്കുകയാണ്. അതേപോലെ ഈ ഒരു പ്രൊഡക്റ്റ് എന്നിലേക്ക് എത്തിച്ച എന്റെ ലീഡേഴ്സിനും ഒരുപാട് നന്ദി നന്ദി നന്ദി. താങ്ക് യു മാഡം. ഓക്കെ. മാഡം പറയുന്നത് കേൾക്കുന്നില്ല. മാഡം മ്യൂട്ടാണ്. ഓക്കെ ഓക്കെ. താങ്ക് യു മഞ്ജു മാഡം. എന്തായാലും നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് മാഡത്തിന്റെ റിസൾട്ട്. തൈറോയിഡിന് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എങ്കിലും ഈ റിസൾട്ട് നമുക്ക് അത്രയും ഹെവി റിസൾട്ട് തന്നെയാണ് തന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത 1-2 റിസൾട്ട് കൂടി നമുക്ക് കേൾക്കാനായിട്ടുള്ള ടൈമുണ്ട്. പറഞ്ഞോളൂ കേട്ടോ. മാഡം ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ, പറയൂ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എന്റെ പേര് ഭഗത് എന്നാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വീട് ഒറ്റപ്പാലം, പാലക്കാട് ജില്ല. എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് കഴിഞ്ഞ വർഷം 4 ടൈപ്പ് മെഡിസിൻസ് കഴിച്ചിരുന്നതാണ്. BP-ക്ക് മെഡിസിൻസ് കഴിച്ചിരുന്നു, യൂറിക് ആസിഡിന് കഴിച്ചിരുന്നു, കൊളസ്ട്രോള്, അതേമാതിരി ക്രിയാറ്റിനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് അപ്രതീക്ഷിതമായിട്ടാണ് വാങ്ങിച്ചത്. അത് വാങ്ങിച്ച് ഒരു 4 മാസത്തിന്റെ ഉള്ളിൽ എനിക്ക് എല്ലാ ബ്ലഡ് ടെസ്റ്റിലും എല്ലാം നോർമലായി. ഇപ്പോൾ ഒരു മെഡിസിൻസും ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കണു. പണ്ട് ചെയ്തിരുന്ന എല്ലാ ആക്ടിവിറ്റീസും അതിനേക്കാൾ കൂടുതൽ എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. നടക്കാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു. യൂറിക് ആസിഡ് എല്ലാം കൂടിയിട്ട് മുട്ടുവേദന ഉണ്ടായിരുന്നു. മുട്ടിലെല്ലാം ഫുള്ള് നീരാണ് ഉണ്ടായിരുന്നത്. അതായത് വെയിറ്റ് 76 kg വെയിറ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കുറഞ്ഞ് ഇപ്പോൾ 72 kg വെയിറ്റ് ആണ് ഇപ്പോൾ ഉള്ളൂ. അതോടുകൂടെ എല്ലാ അസുഖങ്ങളും മാറി. ഞാൻ പിന്നെ പ്രൊഡക്റ്റ് കുറച്ച് വ്യക്തികൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന്റെ അടുത്തെല്ലാം ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ വളരെ വൈകി. ഇതിൽ ജോയിൻ ചെയ്ത് 6 മാസത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ പ്രൊഡക്റ്റ് കൊടുക്കാൻ തുടങ്ങി, ഞങ്ങളുടെ വീടിന്റെ ഏരിയയിൽ. അതുവരെയൊക്കെ ദൂര സ്ഥലങ്ങളിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ കൊടുത്തിട്ട് എൻ്റെ വീടിന്റെ അടുത്ത് തന്നെ ഇപ്പോൾ ഒരു 4 മാസത്തിന്റെ ഉള്ളിൽ ഞാൻ പ്രൊഡക്ട്സ് കൊടുത്തിട്ട് ഒരു 21 ആളുകൾക്ക് ഡയബറ്റിക് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്നല്ല, അവർക്ക് ഒരു 350-400 ലെവലിലുള്ള ആളുകൾക്കെല്ലാം ഷുഗർ ഇപ്പൊ നോർമൽ ലെവലിലായിട്ടുണ്ട്. 140 താഴെ വന്നിട്ടുണ്ട്. ഫാസ്റ്റിങ്ങും അതേമാതിരി രണ്ടും എല്ലാം കൺട്രോളിലായിട്ടുണ്ട്. ഇന്നലെ കൂടി ഞാനൊരു പ്രൊഡക്റ്റ് ഒരു സ്ഥലത്ത് കൊണ്ടു കൊടുത്തതെന്ന് പറഞ്ഞാൽ, ഒരാള് അമ്പലത്തിൽ പോയിട്ട് പറഞ്ഞിട്ട് അവരുടെ റിസൾട്ട് കണ്ടിട്ടാണ് ഇന്നലെ പുതിയൊരു പ്രൊഡക്റ്റ് ഞാൻ ഇന്നലെ കൊടുത്തത്. അപ്പോൾ ഡയബറ്റിക്കിൽ ഫുൾ കൺട്രോൾ വരുന്നുണ്ട്. അതേമാതിരി ജോയിന്റ് പെയിൻസിന് ഞാൻ കൊടുത്തിട്ട് ഷോൾഡർ പെയിന്, അതേമാതിരി ഇടുപ്പ് വേദന, മുട്ടുവേദന, ഇതിനെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയധികം ഹാപ്പിയാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിലും അത് വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും അത്രയധികം ഹാപ്പിയാണ്. നമ്മളെ എല്ലാ ആൾക്കാരും എല്ലാവരിലേക്കും ഇത് എത്തിക്കുകയാണ് വേണ്ടത്. പിന്നെ ഇതിൽ ഡൗട്ട് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ലേഡീസിനെ സംബന്ധിച്ചിട്ടൊരു കാര്യമാണ്. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ പ്രൊഡക്റ്റ് ലേഡീസ് ഈ പീരിയഡ്സ് ടൈമിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് കൂടുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. അത് എനിക്ക് ആരെങ്കിലും ഒരു ആൻസർ പറഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ ഓക്കെ സാർ. അത് ഇല്ല സാറ്, അത് തെറ്റിദ്ധാരണ തന്നെയാണ്. കാരണം ഞാനൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വേറെ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ. അത് നോർമൽ തന്നെയാണ്, കൂടുമൊന്നുമില്ല, ബ്ലീഡിങ് കൊടുത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അങ്ങനെ യൂസ് ചെയ്തിട്ട് അങ്ങനെ 2 ദിവസം അതേമാതിരി കൂടുതലായിട്ട് പിന്നീട് ബെഡ് മാറ്റി വെച്ചപ്പോൾ, മാട്രസ് മാറ്റി വെച്ചപ്പോഴാണ് പിന്നെ അത് കുറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അതിന് ഓരോ ബോഡിയുടെ ഇതനുസരിച്ചിട്ട് ആണോന്ന് അറിയില്ല. എനിക്ക് എന്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. വേറെ ആരും അതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഓക്കെ. താങ്ക് യു വെരി മച്ച്. അടുത്ത ആൾക്ക് റിസൾട്ട് പറയാം കേട്ടോ. ഗുഡ് മോർണിംഗ്. ഞാൻ വിജയൻ, ഗുഡ് മോർണിംഗ്. പൊന്നാനിയിൽ നിന്നാണ്. ഗുഡ് മോർണിംഗ് സാർ, പറഞ്ഞോളൂ. ഞാനും ലീഡറല്ല, എന്നാലും ഇത് ഉപയോഗിച്ച് ഞാൻ പലർക്കും കൊടുത്തു. അതിന് റിസൾട്ടുകളൊക്കെ പലരും ശരിക്കും ഉപയോഗിക്കുന്നവർക്ക് കിട്ടി. എനിക്ക് സ്കിൻ ഡിസീസ് ആയിട്ടാണ് ഞാനിത്
ചെയ്തത്. അതിന് നല്ല റിസൾട്ട് കിട്ടി. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ 90% മാറി കിട്ടി. പിന്നെ ഇപ്പൊ ഈ ഇടെ ഞാനൊരു കർഷകൻ കൂടിയാണ്. അപ്പൊ ഞാൻ പശുക്കളുണ്ട് എനിക്ക്. ആ പശു കയറിട്ട് വലിച്ചപ്പോ എന്റെ കയ്യിന്റെ ശരിക്ക് അതാ അങ്ങനെ കാണാം. ഇപ്പോഴും ആ മുറിവ് നല്ലൊരു മുറിവായിരുന്നു. സാധാരണ രീതിയിൽ കയറിട്ട് വലിച്ചാൽ പൊള്ളിയ രീതിയാണ്. ഞാനെന്താ ചോദിച്ചാൽ വൈഫൊക്കെ പറഞ്ഞു മരുന്ന് വെക്കുക ഒട്ടിക്കട്ടെ എന്നാ പറഞ്ഞു. ഞാനൊന്നും ചെയ്തില്ല. ഇപ്പൊ പറയുമ്പോൾ ഇപ്പൊ നേരത്തെ ഒരു മാഡം പറഞ്ഞ പോലെ മുറിവിൽ ഞാൻ ദിവസവും 3 നേരം ഈ മുറിവ് നമ്മളെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ കൊണ്ട് കഴുകുക എന്നല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല. അത് ഇപ്പോ കഷ്ടി ഒരു ആഴ്ച ആയപ്പോഴേക്ക് ആ മുറിവ് ഉണങ്ങി. അതൊരു പുതിയ റിസൾട്ടാണ്. അതൊന്ന് പറയാന്ന് വെച്ച് വന്നതാണ്. അപ്പൊ ഈ ഇതിന്റെ ഗുണങ്ങളും എല്ലാം എല്ലാവർക്കും ഉപയോഗിക്കട്ടെ എന്ന് ഓക്കെ ആശംസിച്ചുകൊണ്ട് സാർ, ഓക്കെ സാർ. വിജിൻ സാറിന് എന്തായാലും കിട്ടിയൊരു റിസൾട്ട് അദ്ദേഹം ഇവിടെ പങ്കുവച്ചു. നന്ദി സാർ, നന്ദി. താങ്ക് യു. ഹലോ ഗുഡ് മോർണിംഗ്. അടുത്ത ഐ എം പറയൂ ഡോക്ടർ പറയൂ സാർ. രാജ് ഫ്രം രാജ് സാർ പത്തനാപുരം. പറയൂ. ഇന്ന് ഞാൻ മനുഷ്യന്റെ റിസൾട്ട് അല്ല പറയാൻ പോകുന്നത് കേട്ടോ. എന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള പേഷ്യന്റെ റിസൾട്ടാണ് പറയാൻ പോകുന്നത്. എന്നും മനുഷ്യന്റെ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് തോന്നത്തില്ലേ? നമ്മളെല്ലാവരും പട്ടിയും പൂച്ചയൊക്കെ വളർത്തുന്നവരാ അല്ലേ? എല്ലാവരുടെ മിക്കവാറുടെ വീട്ടിൽ പട്ടി, പൂച്ച, പശുക്കളൊക്കെ ഉള്ളവരിപ്പോൾ വളരെ കുറവാണ്. എന്നാൽ തന്നെ പട്ടിയും പൂച്ചയും വലിയൊരു പെറ്റ് ആനിമൽസ് നമുക്ക് എല്ലാവരും പ്രിയപ്പെട്ട. അപ്പം പ്രത്യേകിച്ച് ബേർഡ്സ്, തത്ത, അങ്ങനെയുള്ള ബേർഡ്സിനെ. അപ്പം നമ്മുടെ ഈ മാഗ്നറ്റിക് വാട്ടർ ഉണ്ടല്ലോ, ഈ തത്ത അല്ലെ കിളികളുണ്ടെങ്കിൽ ഈ നിങ്ങൾ സാധാരണ വെള്ളം കൊടുക്കുന്നതിനെ കണ്ട് ഈ മാഗ്നറ്റിക് വാട്ടർ പാത്രത്തിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കണം. കാരണം ഒരു കുപ്പിലെ വെള്ളം ദിവസവും പിന്നെ ഇവിടെ എൻ്റെ 1-2 അടുത്ത് ഈ തത്തയെ വളർത്തി ഒരുപാട് കാശ് ഉണ്ടാക്കുന്നവരുണ്ട് ബേർഡ്സിന്. അവിടെ ആ തത്തയുടെയോ ആ ബേർഡ്സിൻ്റെയോ ഒക്കെ നല്ല പെർഫോമൻസിന് ഈ മാഗ്നറ്റിക് വാട്ടർ ഏറ്റവും നല്ലതാണ്. ഒന്ന്. രണ്ടാമത് നമ്മൾ ഈ പട്ടി ഉണ്ടല്ലോ, പട്ടിയാണല്ലോ നമ്മുടെ ഏറ്റവും അതിൻ്റെ സ്നേഹവും അതിൻ്റെ സന്തോഷവും അതിനെ വാത്സല്യമൊക്കെ നമ്മൾ മക്കളെക്കാട്ടിൽ കൂടുതലാണ്. തീർച്ചയായിട്ടും മക്കളെക്കാട്ടിൽ കൂടുതൽ സ്നേഹിക്കുന്ന പട്ടിയെ വളർത്തുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ അവർക്ക് ഈ പട്ടിക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവർ ക്ലിനിക്കിൽ കൊണ്ടുപോയി. ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് പ്രൈവറ്റ് ക്ലിനിക്കുണ്ട്, എന്തെങ്കിലും കൊണ്ടുവരും. ഇവർക്ക് എത്ര രൂപ നമ്മൾ ചാർജ് ചെയ്താൽ എത്ര രൂപ എന്ന് പറഞ്ഞാൽ അവർക്കൊരു വിഷമവും ഇല്ല. എന്നാൽ ഒരു ആശുപത്രിയിൽ നിന്ന് നമ്മൾ ഒരു ഡോക്ടറെ ചെന്നിട്ട് അവന് 500 രൂപ അല്ലെങ്കിൽ കൺസൾട്ടിങ് ഫീസ് വാങ്ങിച്ചാൽ മരുന്ന് കഴിച്ചാൽ നമുക്ക് ആ ഡോക്ടർ ഭയങ്കര കൈക്കൂലിക്കാരൻ ഒരുപാട് ഫീസ് വാങ്ങിച്ചെന്ന് പറയും ഇല്ലേ? ഈ പട്ടി പൂച്ച കൊണ്ടുവരുന്നവർക്ക് ഈ കാശ് മുടക്കാൻ പോയി. പ്രത്യേകിച്ച് ഇപ്പം പേർഷ്യൻ കാറ്റ്സ് അങ്ങനെ ഒരുപാട് നല്ല നല്ല പട്ടിയുടെയും പൂച്ചയുടെ ഒരുപാട് ബ്രീഡ്സ് ഇമ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അതിന് എത്ര രൂപ മുടക്കാൻ? എന്നാൽ ചില പട്ടി പൂച്ചയ്ക്ക് ഇതായിട്ട് കൊണ്ട് ചെയ്യാത്തതുണ്ട്. ആര് പട്ടിയും പൂച്ചയും നിലത്ത് വളർത്തത്തില്ല, എല്ലാവരും അതിന് പ്രത്യേകം കൂടുണ്ടാക്കും. അപ്പൊ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ ക്ഷയിക്കും. കാരണം അവരുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്, മാഗ്നറ്റിക് ബെഡ് എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്, അതുമായിട്ട് ടച്ചില്ല എന്നാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് പ്രതിരോധ ശേഷി നശിച്ചിട്ട് ഈ അസുഖത്തിന് പ്രത്യേകിച്ച് കൂടുതൽ സ്കിൻ ഡിസീസ് വരുന്നുണ്ട് പട്ടിക്കും പൂച്ചയ്ക്കും. അപ്പോൾ അത് വലിയ സോറിയാസിന്റെ ഒരു ടൈപ്പാണ്. അതിനിപ്പോൾ ഞങ്ങൾ സാധാരണ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് വലിയ എഫക്റ്റ് ഒന്നും വരുന്നില്ല. എന്നാൽ ഈ മാഗ്നറ്റിക് വാട്ടർ ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 6-7 മാസമായി. പക്ഷെ നല്ല റിസൾട്ട് നമ്മൾ കിട്ടിക്കഴിയുമ്പോഴല്ലേ നമുക്ക് അങ്ങോട്ട് മറ്റുള്ളവരോട് പറയാനൊരു ഇത് പറ്റത്തുള്ളൂ. അപ്പം ചിലരോട് പറയുമ്പോൾ 1-2 പ്രാവശ്യം വെള്ളമൊക്കെ കൊടുത്തിട്ട് അല്ല ആ വെള്ളം കൊണ്ട് കുളിപ്പിക്കുകയൊക്കെ ചെയ്യും, വെള്ളം പുരട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ സാറേ വലിയ കുഴപ്പമില്ല. എന്നാൽ ഒരു 5-8 പേര് ഈ ഇഞ്ചക്ഷനിലും വ്യത്യാസം വന്നോട്ടെ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും, 3-4 മാസം ചെയ്യുമെന്ന് പറഞ്ഞ് വളരെ എൻ്റെ ഫോളോ അപ്പിൽ നിർത്തിയപ്പോൾ മാറാത്തതായ ചൊറിച്ചിലും ഫംഗസ് ഡിസീസും പട്ടിയുടെ മേളിൽ മാറി, പൂച്ചയുടെ മേളിൽ മാറി. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ വെള്ളം കൊടുക്കണം, ഈ വെള്ളം കൊണ്ട് കുളിപ്പിക്കണം. അല്ലെങ്കിൽ കുളിപ്പിച്ച് കഴിഞ്ഞ ശേഷം ഈ വെള്ളം നമ്മുടെ പാത്രത്തിൻ്റെ അകത്തെടുത്ത് നല്ലപോലെ തേച്ച് അത് ദിവസവും എപ്പോഴും രാവിലെയും വൈകിട്ടും ഈ വെള്ളം നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ 100% എഫക്റ്റ്. ആരെ സംസാരിക്കുന്നതിന് അപ്പൊ നമ്മുടെ ഈ മാഗ്നറ്റിക് വാട്ടർ ഇന്റേണൽ ഹലോ ആരും ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പ്ലീസ് അത് വീണ്ടും. അപ്പൊ തീർച്ചയായിട്ടും ഈ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചു സാർ. രാജ് സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തു. സംസാരിച്ചോളൂ സാറേ.
അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഈ മാഗ്നറ്റിക് വാട്ടർ നമ്മുടെ പെറ്റ് അനിമൽസിനും ബേർഡ്സിനും ഒക്കെ കൊടുക്കാം. 100% റിസൾട്ടാണ്. മാറാത്ത സോറിയാസിസ് പട്ടിയുടെ മേളിലും പൂച്ചയുടെ മേളിലും ഉള്ളതെല്ലാം മാറും. അതോടൊപ്പം നമ്മുടെ ബേർഡ്സിന് എല്ലാം പെറ്റ് അനിമൽസിനൊക്കെ നമ്മുടെ ഈ മിറക്കിൾ വാട്ടർ കൊണ്ട് രക്ഷപ്പെടുത്താനും ആരോഗ്യത്തോടും ഒക്കെ ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഇൻഫർമേഷൻ മാത്രമേ ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കും. ഓക്കെ, താങ്ക് യു. ഗുഡ് ഡേ ഫോർ എവരിബഡി. ഓക്കെ സാർ, താങ്ക് യു സാർ, താങ്ക് യു. എന്തായാലും നമ്മൾ ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് പറഞ്ഞോളൂ സാർ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. എൻ്റെ പേര് സ്കറിയ തോമസ്. വീട് കാലടിയിലാണ്. ഇപ്പൊ അങ്കമാലി അടുത്ത് കറുറ്റി താമസിക്കുന്നു. അടുത്ത ഡിസംബറിൽ ഞങ്ങൾ സ്വന്തം വീട്ടിലേക്ക് പോകും. വീടിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെ ആയിരുന്നു 40 വർഷം മുമ്പ്. എനിക്ക് ഒരു ആരോഗ്യം ഇല്ലാതിരുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ അവരോട് ചേർന്ന് നന്നായി ജോലി ചെയ്തിട്ടോണം നമ്മുടെ ബയോമാഗ്നറ്റിക് തെറാപ്പിയുടെ ഭാഗമായിട്ട് എനിക്ക് നല്ല ആരോഗ്യം ലഭിച്ചു. ഇപ്പൊ അതിന്റെ ഞാൻ റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്. എൻ്റെ ഭാര്യ, എനിക്കത്ര ഇല്ലെങ്കിലും എൻ്റെ ഭാര്യ ഒരു പൂച്ചപ്രേമിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പൂച്ചകളും ഇവിടെ വരും. ഇപ്പൊ നിലവിൽ വീട്ടിനകത്ത് 4 കുഞ്ഞുങ്ങളും 5 വലിയ പൂച്ചകളും ഉണ്ട്. അങ്ങനെ 9 പൂച്ചകളുണ്ട്. അതിലൊരു കുഞ്ഞ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സ്റ്റെയർകേസിൽ നിന്ന് താഴെ വീണു കഴിഞ്ഞപ്പോൾ അത് ചത്തോളം കിടന്നു. ചത്തു എന്ന് വിചാരിച്ച് കുഴിച്ചിടാൻ കൊണ്ടുപോയപ്പോൾ ഞാൻ പറഞ്ഞു കുഴിച്ചിടണ്ട, അവിടെ നോക്ക്, അത് ചാകാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു മുറം കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ വെച്ച് ഒച്ച വെച്ചു. അപ്പൊ അതിന് ചെറുതായിട്ട് ജീവൻ വന്നു. പിന്നെ അത് നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതിന്റെ കണ്ണിന് ഒരു കണ്ണ് ശരിക്ക് പോയി എന്ന് തന്നെ പറയാം. അത്രയ്ക്കും ചളിഞ്ഞ്, അതായത് പഴുപ്പ് പിടിച്ചിട്ട് ആ കണ്ണ് ഇനി കാണൂല, ഒറ്റക്കണ്ണിനായിട്ട് ജീവിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. പിന്നെ ക്രമേണ ഈ മാഗ്നറ്റൈസർ വാട്ടർ ഇതിന് കൊടുക്കുകയും പിന്നെ ഈ വൈറ്റമിൻ സി ഒക്കെ കലർത്തിയ ആ വെള്ളം മാഗ്നറ്റൈസർ വാട്ടറിൽ കലർത്തി കൊടുക്കും. കണ്ണിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ ഒഴിച്ച് ആ കുഞ്ഞിന് ഇപ്പതേ പൂർണ്ണമായിട്ട് നല്ല ഒരു സൗഖ്യം കിട്ടി. കണ്ണിന് ഇവിടെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഇപ്പൊ നല്ല ആരോഗ്യമുള്ള ഒരു പൂച്ചയായിട്ട് നടക്കുന്നു. 2 കണ്ണിന് നല്ല കാഴ്ചയുണ്ട്. അങ്ങനെ മൃഗങ്ങൾക്കും ഇത് പ്രയോജനമാണ് എന്ന് കാണാൻ ഇടയായി തീർന്നു. എല്ലാവർക്കും ഒന്നുകൂടെ ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഡോക്ടർ സാഗർ ജോഷി സാറിനും സർവോപരി സർവശക്തനായ പിതാവായ ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. മാഡം മ്യൂട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മള് മനുഷ്യരാണെന്ന് പറഞ്ഞാലും അവരും മൃഗത്തിൽപ്പെട്ടത് തന്നെയാണ്. അപ്പൊ 4 കാലികൾക്കും 2 കാലികൾക്കും ചെടികൾക്കും എല്ലാം നമ്മുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ വളരെ ഫലപ്രദം തന്നെയാണ്. ചെടിയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം ഫ്ലവർ ഉണ്ടാകാനും ഒക്കെ നല്ല അടിപൊളിയാണ് മാഗ്നറ്റൈസ്ഡ് വാട്ടർ. അടുത്ത ആളിലേക്ക് പോകാം. റിസൾട്ട് ഹലോ, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ സാറേ. എന്റെ പേര് രതീഷ് എന്നാണ്. ഞാൻ കൊല്ലം സ്വദേശിയാണ്. കുളത്തുപുഴയാണ് സ്വദേശം. ഇപ്പം രാജു സാറ് പറഞ്ഞു. അപ്പം ഞാൻ ഇതിനു മുന്നേ ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇതിനു മുന്നേ ഞാൻ സാറിനെ കണ്ട സമയത്ത് കൊട്ടാരക്കരയിൽ വെച്ച് സാറുമായിട്ട് സംസാരിച്ചിരുന്നു. ഞാനിപ്പം നമ്മുടെ ചാറ്റ് ബോക്സിൽ തന്നെ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരുന്നു. എന്റെ വീട്ടില് 2 പേർഷ്യൻ ക്യാറ്റ് ഉണ്ട്. അപ്പം അതുങ്ങൾക്ക് ഇതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി ഒരുപാട് റിസൾട്ട് ഉണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് വേദിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് ഒരുപാട് ലോങ് ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ വേറൊന്നും പറയാം. ഇപ്പം ഈ പെറ്റ്സിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് പറയാൻ കാരണം. അപ്പം 2 പേർഷ്യൻ ക്യാറ്റില് ഒരു പെൺപൂച്ച ഉണ്ടായിരുന്നു. അതിന് നട്ടലിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ 2 തവണ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്ത സമയത്ത് ഡോക്ടറിനോട് പറഞ്ഞൊരു കാര്യം, അതിനെ സ്കാനിങ് ചെയ്യണം. ഇങ്ങനെ സ്ഥിരമായിട്ട് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ജീവൻ ലാഭത്തുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമല് നമുക്ക് പേർഷ്യനായിട്ടുള്ള ആരോഗ്യത്തിന്റെ ഒരു കുറവുണ്ട്. അവർ നാടൻ പൂച്ചയെ പോലെയല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ സമയത്ത് ഇതിന് തീരെ ഒരാഴ്ച ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് വന്ന് ഒരാഴ്ചയൊക്കെ ഓക്കെ. അത് കഴിഞ്ഞ് വീണ്ടും ഇതിന് നടുവിന് പ്രോബ്ലം വരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം നമ്മുടെ വാട്ടർ എനർജി പാഡ്
വാട്ടർ എനർജി പാഡ് എടുത്ത് ചുറ്റി. അങ്ങനെ 1-2 ദിവസം അങ്ങനെ സ്ഥിരമായി ചുറ്റിയതിന് ശേഷം ഇത് നല്ല രീതിയിൽ മൂവ്മെന്റ് ആയി തുടങ്ങി. അങ്ങനെ 1-2 വട്ടം വന്ന സമയത്ത് ഞാനത് പരീക്ഷിച്ചു. പിന്നെ ഈ വെള്ളം ഒഴിച്ച് തന്നെ കുളിപ്പിക്കുകയും അതുപോലെ തന്നെ വെള്ളം, ഇവർക്ക് കൊടുക്കുന്ന വെള്ളം ഇത് തന്നെയാണ്. അപ്പം ആ രീതിയിൽ നല്ല മാറ്റം ഉണ്ടായി. അതിന് ഇപ്പൊ ഏകദേശം ഒരു 2 വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ട്. നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടു കൂടി. അതുപോലെ തന്നെ ഇപ്പൊ ഒരു 6 മാസം മുന്നേ 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ച് എന്റെ 2 സുഹൃത്തുക്കൾക്ക്, നമ്മുടെ ഈ ബാഡ്രത്തിലുള്ള തന്നെ 2 സുഹൃത്തുക്കൾക്ക് 2 കുഞ്ഞുങ്ങളെ കൊടുത്തു. അതുപോലെ തന്നെ വേറൊരു പേർഷ്യൻ ക്യാറ്റ് ഉണ്ടായിരുന്നു. അതിന് ഇതുപോലെ ചെറിയൊരു വിഷയം വന്നു. അതിനും ഞാനിത് കൊടുത്തു. അപ്പൊ ഞാനിത് പറയുന്ന സമയത്ത് എന്റെ സുഹൃത്തുക്കളെ എന്നെ കളിയാക്കാറുണ്ട്. എന്തുവാണ് ഇത്, മനുഷ്യർക്ക് മാത്രമല്ലല്ലോ ഇത്, എന്താ മൃഗങ്ങൾക്കും പറ്റുമോ? പൂച്ചപ്രേമിയാണ് അല്ലെങ്കിൽ ഇപ്പം പ്രോഗ്രാം സെന്ററിൽ തന്നെ വരുന്ന സമയത്ത് ഓരോരുത്തർക്ക് എന്താ പൂച്ചയുടെ റിസൾട്ട് പറയാനാണോ വന്നത്? ഞാൻ പറയാം അതിനെന്താണ്, റിസൾട്ട് എല്ലാവർക്കും ഒരുപോലെ. ഇത് ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളല്ലേ നമ്മളെല്ലാരും, അല്ലാതെ മനുഷ്യർക്ക് മാത്രമല്ലല്ലോ. നമുക്ക് ജീവൻ അല്ലെ, ജീവൻ തുടിക്കുന്ന ഏതൊരു മൃഗങ്ങൾക്കായാലും പക്ഷികൾക്കായാലും മനുഷ്യർക്കായാലും എല്ലാം ഒരുപോലെയാണ്. അപ്പം നമ്മുടെ ദൈവസ്പർശമുള്ള ഈ പ്രൊഡക്റ്റ് എല്ലാവരിലേക്കും എത്തിക്കുക, നമ്മളിൽ തന്നെ എല്ലാം മനസ്സിലാക്കി എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ഒറ്റ മെസ്സേജ് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അവിടെ മനുഷ്യരൊന്നും മൃഗങ്ങളൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ 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 രജിസ്ട്രാർ പറഞ്ഞ പോലെ ജീവനുള്ള എല്ലാവർക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെടികളായാലും നാൽക്കാലികളായാലും ഇരുകാലികളായാലും എല്ലാവർക്കും ജീവനുള്ള വളരുന്ന ഇതാണോ, എല്ലാവർക്കും ഇത് ആവശ്യം തന്നെയാണ്. അവരെ നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ പെറ്റ്സും നമ്മുടെ ഒരു അംഗം തന്നെയാണ് വീട്ടിൽ. അവരെ നമുക്ക് മാറ്റി നിർത്തേണ്ട പറ്റില്ലല്ലോ. അപ്പൊ അവർക്കും ബയോട്ടോറിയം ഒരു അനുഗ്രഹം തന്നെയാണ്. ഗുഡ് ഓക്കെ, മോർണിംഗ് ഓൾ ഓഫ് യു. എന്റെ പേര് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. അപ്പൊ ഗുഡ് ഏതായാലും മോർണിംഗ് സാർ, പറഞ്ഞു. ഈ ഒരു മൃഗങ്ങൾക്ക് ഇത് എഫക്ട് ചെയ്യുന്ന പറഞ്ഞപ്പോ നമ്മളൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രസവിച്ച ആ ഒരു പശുവിന് ഈ വെള്ളം കൊടുത്തപ്പോ ആ പാല് കൂടുതൽ കിട്ടുകയും ആ പശുവിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം പശുക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാല് പാല് കൂടുന്നില്ല. മറ്റൊന്നെന്ന് പറഞ്ഞാലേ, നമ്മൾ ഈ ചെടികൾക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുത്താല് ചെടി മറ്റത് ഇതിപ്പം കിണറിലെ വെള്ളം കോരിയിട്ടൊരു ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ ഒരു തെരില് വരണ്ടിക്കേണ്ട ആഴ്ച കഴിയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഈ വെള്ളം ചെടിക്ക് ഒഴിച്ചു കൊടുത്ത സമയത്ത് അത് മറ്റതിനെ അപേക്ഷിച്ച് ഏകദേശം 40-50% അധിക വളർച്ചയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതൊരു റിസൾട്ടാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ 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 കണ്ടോ, നമ്മുടെ റിസൾട്ട് മാത്രമല്ല നമുക്ക് പറയാനുള്ളത്. ഒരാള് പറഞ്ഞപ്പോ രാജു സാറിന്റെ പെറ്റ്സ് ആണ്, പെറ്റ്സിനെ കുറിച്ച് രാജു സാറ് പറഞ്ഞപ്പോ, രാജു സാറിന് അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ലാത്ത ആളാണല്ലോ. അപ്പൊ അത് പറഞ്ഞപ്പോ എത്ര റിസൾട്ടുകൾ ഇപ്പൊ അതിൽ നിന്ന് തന്നെ വന്നു. അപ്പൊ അത്രയും റിസൾട്ടുകൾ നമുക്ക് ഇപ്പൊ ആരെങ്കിലും അറിഞ്ഞോ? ഇപ്പൊ മൃഗങ്ങളുടെ കാര്യം രാജു സാർ മാത്രമാണ് പറഞ്ഞു ഇരുന്നത്. ഇപ്പൊ അത് പറഞ്ഞപ്പോ ഓരോരുത്തരുടെ പെറ്റ്സിനെ കുറിച്ച് പറയാൻ ഓരോ റിസൾട്ടുകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നമുക്ക് ഇപ്പൊ പശുവിനെ വളർത്തുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ വെള്ളം കൊടുത്താൽ പാലൊക്കെ കൂടുതൽ കിട്ടുന്നൊക്കെ ചന്ദ്ര സാറ് പറഞ്ഞു. അപ്പൊ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഓക്കെ ഓക്കെ, അടുത്ത റിസൾട്ടിലേക്ക് വരൂ. പറഞ്ഞോളൂ കേട്ടോ, അടുത്ത ആൾ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് ആൾ ലീഡേഴ്സ്. ഓക്കെ, ഗുഡ് മോർണിംഗ് സാർ. ഹലോ, ഓക്കെ. എൻ്റെ പേര് സത്യൻ. ഞാൻ കോഴിക്കോട് NIT ആണ് എൻ്റെ വീട്. ഞാൻ എൻ്റെ റിസൾട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ റിസൾട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 ടാബ്ലറ്റ് കഴിച്ചിരുന്ന അമ്മ ഇപ്പോൾ ഒരു ടാബ്ലറ്റും കഴിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 90 വയസ്സ് ഏജ് ആയിട്ടുള്ള അമ്മ ഇപ്പോഴും എൻ്റെ മുന്നിൽ തന്നെ ഇപ്പം മുറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഞാനിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നതല്ല, ഞാൻ കൊടുത്തിട്ടുള്ള ഒരാളുടെ റിസൾട്ട് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസ്മ രോഗിയുടെ കാര്യം. 30 വയസ്സായിട്ടുള്ള കുട്ടി, 18-20 പ്രാവശ്യമൊക്കെ ആസ്മ രോഗി ഉണ്ടായിരുന്ന കുട്ടി ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും. അതിൻ്റെ ശേഷവും ദിവസം 3 പ്രാവശ്യം തന്നെങ്കിലും ഉണ്ടാകാത്ത ദിവസമല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ടൈമിലാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് കൊടുത്തത്. ആ കുട്ടിയുടെ തലയിൽ കെട്ടി വെച്ച സമയത്ത് തന്നെ ആ കുട്ടി
വയലന്റ് ആയിട്ടുള്ള ആ കുട്ടി ചിരിക്കാനും ഞങ്ങളുടെ കൂടെ കൈയടിക്കാനും അതിനൊക്കെ പറ്റി. അന്നേരം തന്നെ ആ സ്പോട്ടിൽ തന്നെ ആ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഉറക്കമില്ലാത്തൊരു കുട്ടിയായിരുന്നു. കാരണം ഓട്ടീസും കൂടി ഉണ്ടായിരുന്നു കുട്ടിക്ക്. ഒരു അസ്മാരല്ല, ശരിക്കും കാലിൻ്റെ മുകളിൽ നിൽക്കാൻ പറ്റാത്ത ഒരു ആൾ കൂടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊടുത്തതിന് ശേഷം ആ കുട്ടിക്ക് ഉറക്കം തിരിച്ചു കിട്ടിയില്ല. ഒരു 10 മണിക്ക് കിടന്നാൽ രാവിലെ 9 മണി വരെയൊക്കെ ഉറങ്ങിയിട്ടുണ്ട് എന്നാ അവരുടെ അമ്മ. ആ കുട്ടിയെ നോക്കുന്ന അമ്മ വളരെ അധികം പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ കുട്ടിയെ വളർത്തുന്നത്. അച്ഛൻ ആ കുട്ടിയെ നോക്കാറില്ല. കാരണം അച്ഛൻ ഈ ഒരു കാണാൻ പറ്റാത്ത അദ്ദേഹത്തിന്റെ ജീവിതം ഒരു മടുത്ത അവസ്ഥയിലാണ് അവരൊക്കെ. അപ്പൊ അമ്മയാണെങ്കിലും പറഞ്ഞു, എൻ്റെ മനസ്സ് മരവിച്ചു പോയി. കാരണം ഞാൻ അസ്മാരം നമുക്കറിയാലോ, ഒരു പ്രാവശ്യം തന്നെ അസ്മാരം കണ്ടാൽ നമുക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടി അത്രയും പ്രാവശ്യം അസ്മാരം ഇളകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഏതായാലും ആ കുട്ടി ഇപ്പം വളരെ നല്ല രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുട്ടി സ്വന്തമായിട്ട് ബാത്റൂമിലൊക്കെ പോയി എന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞു. കാരണം അവന്റെ എല്ലാ കാര്യങ്ങളും അമ്മയായിരുന്നു നോക്കുന്നത്. കാരണം അവന് നടക്കാൻ പറ്റില്ല, ഇരിപ്പാണ്. രാവിലെ ഇരുന്നാല് രാത്രി വരെ ഇരിക്കും, 10 മണി വരെ ഇരിക്കും. ആ ഇരുത്തം തന്നെയാണ്, 2 കാലും ഇങ്ങനെ പിണച്ചിട്ട് ഇരിക്കുക. അപ്പൊ അവിടുന്ന് ഇപ്പം അവൻ തന്നെ സ്വന്തമായിട്ട് ബാത്റൂമിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരു വലിയൊരു സന്തോഷം. അതുപോലെ തന്നെ ആ കുട്ടീൻ്റെ ഉറക്കം ശരിയായപ്പം തന്നെ അസ്മാരം പിന്നീട് ഉണ്ടായിട്ടില്ല. അതൊരു വലിയൊരു റിസൾട്ടാണ് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ റിസൾട്ടും ഞാൻ ഇവിടെ ഇപ്പോൾ ഷെയർ ചെയ്യുന്നില്ല. ഓക്കെ, താങ്ക് യു. സത്യസാറ് പറഞ്ഞ റിസൾട്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഇപ്പോഴും ആ കുട്ടിക്ക് നല്ലൊരു ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. എന്തായാലും ഇനി റിസൾട്ട് പറയാൻ 1-2 പേർ കൂടി നമുക്ക് പറയാം, എന്നിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, റിസൾട്ട് അടുത്ത ആൾ പറഞ്ഞോളൂ കേട്ടോ. ഹലോ, പറഞ്ഞോളൂ മാഡം, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. എന്റെ പേര് സുബൈദ. ഞാൻ വീഡിയോ ഓൺ ആക്കണില്ല. പിന്നെ ഓക്കെ, ഞാൻ കോട്ടക്കലാണ് സ്വദേശം. അമ്പിളിമേടാണ് എൻ്റെ ലീഡർ. എനിക്ക് വെരിക്കോസ് അല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഒരു സ്റ്റെപ്പ് പോലും എടുത്ത് കാല് ഒരു സ്റ്റെപ്പുമൊക്കെ പോലും എടുത്ത് വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞാന്. ഭയങ്കര വേദന ആയിരുന്നു. പിന്നെ ഷോൾഡർ വേദന ഉണ്ടായിരുന്നു. അതെല്ലാം ഇതിലൂടെ എനിക്ക് മാറി കിട്ടി. ഞാൻ ആദ്യം വാങ്ങിയപ്പോൾ ഞാൻ കറക്റ്റ് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പൊ ഒരു 9 മാസമായി ഞാൻ നല്ല ഒരു ഉപയോഗത്തില് വന്ന് എല്ലാ സംഭവങ്ങളും എനിക്ക് മാറി കിട്ടി. ഒരുപാട് പറയാൻ പറ്റാത്ത ചെറിയ ചെറിയ അസുഖങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഇതിലൂടെ മാറി കിട്ടി. പിന്നെ ഒരുപാട് ആൾക്കാർക്ക്, ഒരു 8-10 ആൾക്കാർക്ക് പോലും കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം റിസൾട്ട് ഉണ്ട്. എല്ലാവർക്കും റിസൾട്ട് ഉണ്ട്. ഇനിയും വർക്ക് അങ്ങനെ നടന്നു പോകാൻ നോക്കുന്നുണ്ട്. എല്ലാം ശരിയാവട്ടെ. പിന്നെ ഇന്നലെ രാവിലെ ഒരു ക്ലാസ് പറഞ്ഞിരുന്നല്ലോ, ഒരു പിന്നെ തൈറോയിഡിന്റെ, നമ്മളെ ചന്ദ്രമാസിന്റെ സുഹൃത്താണല്ലോ, ആ ഒരു പിന്നെ വീഡിയോ നമുക്കൊന്ന് കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ചന്ദ്രമാസം ശോഭമേടൊക്കെ ഉണ്ടല്ലോ, അവരോട് പറഞ്ഞാല് അതൊന്ന് കിട്ടിയാല് നമ്മളെ കുടുംബത്തിലെ അങ്ങനത്തെ അതേ അസുഖം അതേ രീതിയിലുള്ള ഒരു കുറച്ച് പ്രായമായ ഒരാളുണ്ട്. അപ്പൊ അവർക്കൊന്ന് കേൾപ്പിച്ചു കൊടുത്താല് അവര് അത് ഒന്ന് വാങ്ങി ഉപയോഗിച്ചാല് നല്ലതായിരുന്നു എന്നുള്ള ഒരു ഇത് എന്റെ മനസ്സിലുണ്ട്. അപ്പൊ അതൊന്ന് കിട്ടാണെങ്കിലും നമ്മുടെ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡാണ്. നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ വരാറുണ്ട്. അന്നേരം അവർക്ക് അയച്ചു കൊടുക്കാൻ നോക്കാം. എന്തായാലും നല്ലൊരു റിസൾട്ടാണ് വെരിക്കോസിന്റെ റിസൾട്ട് മാഡം പറഞ്ഞത്. അടുത്തത് റിസൾട്ട് പറയുന്ന ആരാ? പറഞ്ഞോളൂ കേട്ടോ. പറയൂ മാഡം. എന്റെ പേര് സുഹറ. ഞാൻ ചെമ്മാട് സ്വദേശിയാണ്. പിന്നെ എന്റെ ഒരു ശരീര പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്. വെച്ചാല് എനിക്ക് ബ്ലീഡിങ് സംബന്ധമായിട്ടുള്ള കുറെ അസുഖങ്ങളുണ്ടായിനി, നീർക്കെട്ടുകൾ ഉണ്ടായിനി. അതുപോലെ തന്നെ യൂട്രസ് എടുത്ത് ഒഴിവാക്കാനൊക്കെ പറഞ്ഞതേനി.
ബ്ലഡ് ശരീരത്തിൽ കറക്റ്റ് ആവില്ലേനി. അങ്ങനെയുള്ള കുറെ പ്രോബ്ലം എനിക്ക് ഉണ്ടായിനി. ഒരു 5-6 വർഷത്തോളം ഞാൻ സ്ഥിരമായിട്ട് മെഡിക്കൽ കോളേജിലെ സ്ഥിര കസ്റ്റമർ ആയിനി. അങ്ങനെ ഈ പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങി ഉപയോഗിച്ചു. അതിൽ കൂടെ 1 മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ല റിസൾട്ടുകൾ കിട്ടി. അതുപോലെ തന്നെ കാലിന് വെരിക്കോസ് വെയിൻ വന്നിട്ട് ബ്ലോക്കായി, കാലിൽ ഒന്നായിട്ട് ബ്ലഡ് ഒക്കെ പകർന്നിട്ട് കാല് ഇങ്ങോട്ട് കറുപ്പ് നിറായി. ആ സമയത്ത് ഇതൊക്കെ ഇത് ഉപയോഗിച്ച് 3-ാമത്തെ ദിവസമാണ് എനിക്ക് കാല് ക്ലിയർ ആയി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത് ഞാൻ കൊടുത്ത ഒരാൾക്ക്, അയാൾക്ക് ഈ മണ്ണ് ചോട്ടിയിട്ട് ഇൻഫെക്ഷൻ വന്നതാണ്. ഇൻഫെക്ഷൻ വന്ന സമയത്ത് അയാള് പിന്നെ ഇതുപോലെ 1 മാസം പോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അത് മുറിവ് ഇങ്ങനെ കെട്ടി എന്തായി, എല്ലിന് പഴുപ്പ് വന്നു. ഈ പഴുപ്പ് വന്ന സമയത്ത് അതിന് വലിയ ഇഷ്യൂ അതിന് വന്നത്. ആ സമയത്ത് അതിനോട് ഡോക്ടർ പറഞ്ഞത് കാല് കട്ട് ചെയ്ത് ഒഴിവാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് അതിന് ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം എന്താ വെച്ചാല് ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്, പിന്നെ കാലൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നാണ്. അപ്പൊ ഞാൻ വിളിച്ച സമയത്ത് മുപ്പത്തേര് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആയി കിടക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ നിങ്ങളെ വിവരങ്ങളൊക്കെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ് നമുക്ക് തീരെ സുഖമില്ലടി എന്ന് പറഞ്ഞാണ്ട് കരഞ്ഞാണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ കാലിങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കാനെന്ന് ഞാൻ വേറെ ആളാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ എന്റെ മോള് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അവരാണ് പറഞ്ഞത് പിന്നെ അതിന് തീരെ സുഖമില്ല, കാലിന് ഇതാണ് സീരിയസ് ആണ്, അതിനോട് ഡോക്ടർ ഇവിടുന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു സങ്കടം, നമ്മളെ കൂടെ എപ്പോഴും ഉള്ള ആളുകളാണല്ല എന്നുള്ളതിൽ. അപ്പൊ ഞാൻ അതിനോട് പറഞ്ഞു ഇങ്ങക്ക് ഞാൻ നല്ലൊരു സാധനം, ഒരു ഉൽപ്പന്നം ഞങ്ങൾക്ക് കയ്യിൽ കെട്ടാനും വേണ്ടിയിട്ട് അതൊന്ന് കൊണ്ടുപോയി ഉപയോഗിച്ച് നോക്കി. ഹോസ്പിറ്റലിലായിക്കോട്ടെ, അവരൊന്നും അറിയില്ല, അവര് പറയില്ല ഉപയോഗിക്കണ്ടെന്നൊന്നും. പക്ഷെ ഞമ്മക്കാണ് ആരോഗ്യം കിട്ടേണ്ടത്, അവർക്ക്. അപ്പൊ നിങ്ങൾ ഉപയോഗിച്ച് നോക്കി, ഏതായാലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കി. നമ്മൾ കൊടുത്തതിന്റെ ശേഷം തൈറോയ്ഡ് ഉണ്ടായിനി, അത് ആദ്യം മുന്നേ മാറിയതാണ്. അത് എല്ലാതും ഷുഗർ നോർമലായി, ഒക്കെ നോർമലായി. അങ്ങനെ ഞാൻ ഇത് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി ഉപയോഗിച്ചതിന്റെ ശേഷം ഒരു 8 ദിവസം കൊണ്ട് മുപ്പത്തിക്ക് ആ മുറിവ് എന്തായി മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഐസ് സർക്കുലേഷൻ റെഡി ആയപ്പോ ആ ബ്ലഡ് മുറിവിന് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ പിന്നെ ഡോക്ടർ അവിടുന്ന് 8 ദിവസം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് മാറ്റി ഇനി വീട്ടിൽ പൊയ്ക്കോളി എന്ന് പറഞ്ഞ് ഒക്കെ ചെയ്ത്. പിന്നെ മുറിവിന്റെ ആ അടയാളം പോലും അതിന്റെ കാലില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഈ വെള്ളം കൊണ്ട് നിങ്ങൾ കഴുകി കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇപ്പൊ ആ മുറിവിന്റെ അടയാളം ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ എന്റെ അടുത്ത് വന്നേ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാലിന്റെ ഒക്കെ സ്ഥിതി? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഞാൻ പണിക്കൊക്കെ പോവാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം, മുപ്പത്തിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഓക്കെ. ഓക്കെ മാഡം, സുഖം മാഡം. ഓക്കെ, നല്ലൊരു റിസൾട്ടാണ്. നമുക്ക് ഇതുപോലെ പലർക്കും നമുക്ക് ഷുഗറിന് കാലുമുറിച്ച് കളയാൻ പറഞ്ഞതും അങ്ങനെ പൊട്ടിയതും ഒക്കെ ഒത്തിരി പേർക്ക് നമുക്ക് റിസൾട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം പ്രാർത്ഥന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതുപോലെ ബയോട്ടോറിയത്തിനും സാറിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. നമുക്ക് എന്തായാലും ഇനി ആർക്കെങ്കിലും റിസൾട്ട് പറയാനുണ്ടോ? പറയാനില്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാമായിരുന്നു അല്ലെ? ഓക്കെ, എന്തായാലും നമുക്ക് ഇത്രയും പേര് നമുക്ക് ഈ സെക്ഷനിൽ വന്ന് രാവിലെ റിസൾട്ട് പറഞ്ഞ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാണ്. നമ്മുടെ ലീഡേഴ്സ് അവരാണ് നമ്മളിലേക്ക് ഇത് എത്തിച്ചത്. ആ നന്ദി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അവസരമുണ്ട്. അപ്പൊ നമ്മൾ അവരെ ഓർക്കുക, സാറിനെ ഓർക്കുക, മനോജ് സാറ്, അതുപോലെ ഡാൻസ് സാറ്, നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാവരും തന്നെ നമ്മൾക്ക് വേണ്ടി ഓരോ നിമിഷവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അവർക്ക് വേണ്ടിയും നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ പ്രാർത്ഥനയിൽ അവരെല്ലാവരെയും ഉൾപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ആ ദിവസവും കാണുന്ന വ്യക്തികളാണ്. വീഡിയോ ഓണാക്കാത്തവർക്കും കാണുന്നവർക്കും എല്ലാവരെയും നമ്മൾ എല്ലാ ദിവസവും ഓർക്കുക. പ്രത്യേകം നന്ദി പറയാണ് ഞാൻ ഓരോരുത്തർക്കും. ഏകദേശം ഒരു 19 ആളുടെ റിസൾട്ട് നമ്മൾ കേട്ടു. അതും ഇന്ന് നല്ലൊരു, എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഹെവി റിസൾട്ടുകൾ തന്നെയാണ് ഇന്ന് ഓരോരുത്തരും പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും അതൊരു പുതിയ അറിവുകളിലേക്ക് പോകാനും എല്ലാം നമുക്ക് അവസരം കിട്ടിയ ഒരു സെക്ഷൻ തന്നെയായിട്ട് തന്നെ ഞാൻ ഇതിനെ കാണുകയാണ്. അതുപോലെ നമുക്ക് തന്നെ ഓക്കെ
അത് ഞാൻ വീഡിയോ, എന്റെ പേര് സൈനബ, ഞാൻ വീഡിയോ ഓണാക്കാം. ഞാൻ ഹോസ്പിറ്റലിലാണ്, മെഡിക്കൽ കോളേജിലാണ്. അപ്പം സൂം കേൾക്കാൻ വേണ്ടിയുള്ള അതുകൊണ്ട് ഓണാക്കി വെച്ചതാണ് കേട്ടോ. അതാണ് വീഡിയോ ഓണാക്കാത്തത്. ഓക്കെ ഓക്കെ, പറയൂ മാഡം പറയൂ. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്, അതുകൊണ്ടാണ് വീഡിയോ ഓണാക്കാത്തത്. എനിക്ക് റിസൾട്ട് പറയാന്ന് പറഞ്ഞാല് അത് ഒരു ആള് ഇങ്ങനെ ഞങ്ങള് വൈകുന്ന ഇങ്ങനെ കണ്ടതാണ്. അപ്പൊ അവരിങ്ങനെ കാണിക്കാൻ പോകേണ്ട ഡോക്ടറെ അടുത്ത്. അവര് പറഞ്ഞ് 4 വർഷമായി വേദന സഹിക്കുന്നത്, വേദന വരുമ്പോ അവളും കരയും ഞാനും കരയും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 4 വർഷമായിട്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ടും ഇല്ലല്ലോ, അപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ എന്നാണ്. ഞാൻ ബയോടെക്നെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് സാധനം മേടിച്ചിട്ട് 2 മാസമായിപ്പോ മൊത്തത്തിലും വേദന മാറി എന്ന് തന്നെ അവര് പറയുന്നുണ്ട്. ഒരു കുഴപ്പവും ഇപ്പൊ ഇല്ല. എല്ലാ വേദന, ഉറക്കം തീരെ ഇല്ലാത്ത ആളായിരുന്നു. അപ്പം ഈ പ്രോഡക്റ്റ് കൊടുത്ത അന്ന് മുതൽ ഞാൻ പണ്ടെങ്ങനെ ഉറങ്ങുന്നത് രൂപത്തിൽ ഉറക്കം എനിക്ക് കിട്ടി. പിന്നെ ഷോൾഡർ വേദന, പെയിൻ, ജോയിന്റ് വേദന, എല്ലാ വേദനകളും മാറി. ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട് പറയാന്. ഓക്കെ മാഡം, ഓക്കെ. നല്ലൊരു റിസൾട്ട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇരുന്ന് പോലും നമ്മളോട് റിസൾട്ട് പറയാൻ കാണിച്ച ആ ഒരു വലിയ മനസ്സിനെ ഞാൻ അത്രയും നന്ദി പറയാണ് മാഡത്തിനോട് ഒരിക്കൽ കൂടി. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഒരുപാട് പേർക്ക് ഒത്തിരി റിസൾട്ടുകൾ പറയാനുണ്ടാവും. പറഞ്ഞാലും തീരാത്തത്ര റിസൾട്ടുകൾ നമുക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസവും ഒരാഴ്ച ഒരു മാസം കിട്ടിയാലും തീരാത്തത്ര റിസൾട്ടുകൾ ഓരോരുത്തർക്കും പറയാനുണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവരും ഇന്ന് പെട്ടെന്ന് വന്ന് റിസൾട്ടുകൾ പറഞ്ഞു. നമുക്കൊരു ടൈം വേസ്റ്റ് ആവാതെ എല്ലാവരുടെയും റിസൾട്ടുകൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു. അതിനൊരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ഇനി നമുക്ക് ഈ പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇനി പ്രത്യേകിച്ച് മുന്നിൽ നമുക്ക് തടസ്സങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ എല്ലാവരിലേക്കും അത് എത്തിക്കാൻ ശ്രമിക്കാം. അതിനുള്ള ക്ലാസ്സും ട്രെയിനിങ്ങുകളും ഒക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സാഗർ ജോഷി സാറിന്റെ ആ സാഗരത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് മടിച്ചു നിൽക്കുന്ന വ്യക്തികൾ, ആ തിരമാല അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് ശാന്തമായ കടലിൽ ഇരുന്ന് കോരി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ വരെ നമുക്കിതിൽ ഉണ്ട്. അപ്പൊ നമ്മളും അതുപോലെ ശാന്തമായ കടലിലേക്ക് എത്തിപ്പെട്ട് നമുക്ക് എല്ലാ ഫിഷും നമ്മളുടെ ഒരു വള്ളത്തിലേക്ക് ചാടി കയറിക്കൊണ്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു സുപ്രഭാതം, നല്ലൊരു ദിവസം, എല്ലാവർക്കും വിജയാശംസകൾ നമുക്ക് ഇന്നത്തെ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്തതായിട്ട് ഞാൻ അറിയിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.